നമസ്കാരം. ക്ലാസിക് ഫിലിംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലായി പരന്നു കിടക്കുന്ന കായലുകൾക്കും വിശാലമായ നെൽവയലുകൾക്കും മറ്റ് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കും പേരുകേട്ട പ്രദേശമാണ് കുട്ടനാട്. കേരളത്തിൻ്റെ നെല്ലറ എന്നാണ് കുട്ടനാട് അറിയപ്പെട്ടിരുന്നത്. നെൽവയലുകളുടെ അതിരായി വിശാലമായ വേമ്പനാട്ട് കായലും അതിൻ്റെ കൈത്തോടുകളും ഈ പ്രദേശത്തിൻ്റെ ഭംഗി കൂട്ടുന്നു. ചെറുവള്ളങ്ങൾ മുതൽ കെട്ടുവള്ളങ്ങളും ഹൗസ് ബോട്ടുകളും കൊണ്ട് സമൃദ്ധമാണ് കുട്ടനാടൻ കായൽ പരപ്പുകൾ. ഒരു കാലത്ത് തുറമുഖ വ്യാപാരത്തിന് പേരുകേട്ട ആലപ്പുഴ ഏറെ അകലെയല്ല. ഉൾനാടൻ ജലാശയങ്ങളും വള്ളംകളികളും വൈവിധ്യമാർന്ന മത്സ്യസമ്പത്തും കായൽ തീരങ്ങളും പക്ഷിസങ്കേതങ്ങളും മധുരക്കള്ള് വിളമ്പുന്ന കേരനിരകളും എല്ലാം കുട്ടനാടിൻ്റെ ലോകോത്തര വിനോദസഞ്ചാര കേന്ദ്രമായി മാറ്റുന്നു. പ്രസിദ്ധമായ ഒട്ടുമിക്ക ജലമേളകളും നടക്കുന്നത് കുട്ടനാട്ടിലും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുമാണ്. സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന നിരവധി പാടശേഖരങ്ങൾ കുട്ടനാട്ടിലുണ്ട്. പൊന്നു വിളയുന്ന മണ്ണുള്ള കുട്ടനാട്. പുണ്യവും ചരിത്രപ്രസിദ്ധവുമായ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാകർമ്മവുമായി ബന്ധപ്പെട്ടതാണ് ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ ഐതിഹ്യം. ചെമ്പകശ്ശേരി രാജാവ് എന്ന പ്രബലമായിരുന്ന പുറക്കാട് രാജ്യം കീഴടക്കി. പുറക്കാട് വാസുദേവപുരം ക്ഷേത്രം കാലാന്തരത്തിൽ നാശോന്മുഖമായി. അവിടെ ഉണ്ടായിരുന്ന കൃഷ്ണവിഗ്രഹം കുറിച്ചി വലിയമഠം കുടുംബക്കാർ കൊണ്ടുപോയി സംരക്ഷിച്ചു പോന്നു. വില്ലുമംഗലം സ്വാമിയാരുടെ ഉപദേശപ്രകാരം അമ്പലപ്പുഴയിൽ പുതിയ ശ്രീകൃഷ്ണ ക്ഷേത്രം പണിയുന്നതിന് ദേവനാരായണൻ തീരുമാനിച്ചു. ദേവപ്രശ്നവശാൽ ലക്ഷണമൊത്ത ഉചിതമായ വിഗ്രഹം കുറിച്ചി വലിയമഠത്തിൻ്റെ സംരക്ഷണത്തിലുണ്ടെന്ന് കണ്ടു. അത് കൊണ്ടുവരുന്നതിന് മന്ത്രിയായ പാറയിൽ മേനോനെ ചുമതലപ്പെടുത്തി. കുറിച്ചിയിൽ നിന്ന് വലിയമഠം കുടുംബത്തിൻ്റെ അകമ്പടിയോടെ വിഗ്രഹവുമായി അമ്പലപ്പുഴയ്ക്ക് വള്ളത്തിൽ തിരിച്ചു. ചമ്പക്കുളത്തെത്തിയപ്പോഴേക്കും നേരം ഇരുട്ടിയതുകൊണ്ട് നദീതീരത്തുള്ള കോയിക്കരി മാപ്പിളശ്ശേരി ഇട്ടിത്തൊമ്മൻ്റെ വീട്ടിൽ വിഗ്രഹം ഇറക്കി വെച്ചു. മാപ്പിളശ്ശേരി കുടുംബവും നാട്ടുകാരും സമുചിതമായി വിഗ്രഹത്തെ സ്വീകരിക്കുകയും ദീപാർച്ചന നടത്തുകയും ചെയ്തു. പിറ്റേ ദിവസമായ മൂലം നാളിൽ ചെമ്പകശ്ശേരി ദേവനാരായണൻ പരിവാര സമേതനായി ചമ്പക്കുളത്തെത്തുകയും മാപ്പിളശ്ശേരിയിൽ നിന്നും ആഘോഷപൂർവ്വം വിഗ്രഹം ഏറ്റുവാങ്ങുകയും അനേകം ചുണ്ടൻ വള്ളങ്ങളുടെയും കെട്ടുവള്ളങ്ങളുടെയും ചെറുവള്ളങ്ങളുടെയും അകമ്പടിയോടെ അമ്പലപ്പുഴയ്ക്ക് തിരിക്കുകയും ചെയ്തു. യാത്രാമധ്യേ കല്ലൂർക്കാട്ട് പള്ളിയിൽ കതിന മുഴക്കി ജലഘോഷയാത്രയെ സ്വീകരിച്ചു. ചമ്പക്കുളത്താറ്റിൻ്റെ കരയിലുള്ള മഠം മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ വിഗ്രഹം ഇറക്കി വെച്ച് പന്തീരടി പൂജയും കഴിച്ചു. അവിടെ നിന്നും അമ്പലപ്പുഴയിലേക്ക് 4 നൂറ്റാണ്ടിനിപ്പുറം നടന്ന ആ ജലഘോഷയാത്രയുടെ സ്മരണ പുതുക്കുന്നതിനാണ് ആചാരത്തനിമയോടെ ഇന്നും ചമ്പക്കുളം മൂലം വള്ളംകളി നടത്തി വരുന്നത്. കേരളത്തിലെ ജലമേളകൾക്ക് തുടക്കം കുറിക്കുന്നത് ചമ്പക്കുളം മൂലം വള്ളംകളിയോടെയാണ്. മറ്റ് ജലോത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചമ്പക്കുളം വള്ളംകളി ആചാരപ്രധാനമാണ്. സർവ്വമത സൗഹാർദ്ദത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ചമ്പക്കുളത്താറ്റിലെ വള്ളംകളി. വള്ളംകളി തുടങ്ങുന്നയിടത്തും അവസാനിക്കുന്നയിടത്തും ഉയർത്താനുള്ള അടയാളക്കൊടിയും കയറും മത്സരം തുടങ്ങുന്നതിനുള്ള കതിന വെടിക്കുള്ള വകയും ഇന്നും കല്ലൂർക്കാട് ക്രിസ്ത്യൻ ദേവാലയത്തിൽ നിന്നുമാണ് നൽകി വരുന്നത്. കൊല്ലവർഷം 790 ആണ്ട്, അതായത് ഇന്നേക്ക് 409 വർഷം മുമ്പ് ഉള്ള തുടങ്ങിയ ജലോത്സവമാണിത്. കുറിച്ചി കരിങ്കുളം ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹവുമായിട്ട് വള്ളത്തിൽ വന്ന് ചമ്പക്കുളം മാപ്പിളശ്ശേരി തറവാടിൻ്റെ മുന്നിൽ വന്നപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ഈ വിഗ്രഹം പ്രസിദ്ധമായ ആ ക്രിസ്ത്യൻ വീട്ടിൽ അറയ്ക്കകത്ത് നിലവിളക്ക് കൊളുത്തി വെച്ച് പിറ്റേ ദിവസം രാജാവിൻ്റെ നിരവധി വള്ളങ്ങളുടെ അകമ്പടിയോടുകൂടി രാജാവ് ഈ വിഗ്രഹവുമായി ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹവുമായി അമ്പലപ്പുഴയിലേക്ക് പോയി പ്രതിഷ്ഠിച്ചു. അതിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിനാണ് ഇപ്പോഴും ഈ വള്ളംകളി നടത്തുന്നത്. 1952 ശ്രീ ചിത്തിരതിരുനാൾ മഹാരാജാവ് സമ്മാനിച്ച ട്രോഫിയാണ് ഇപ്പോഴും ജയിക്കുന്ന ജലരാജാക്കന്മാർക്ക് നൽകുന്നത്. പ്രകൃതി മനോഹരമായ കുട്ടനാടിന്റെ വിശാലമായ പാടശേഖരത്തിന് നടുവിലായി ഏറെ രുചികരവും വിഭവസമൃദ്ധവുമായ ഭക്ഷണത്തിന്റെ അക്ഷയപാത്രമാണ് സലം ഗരുഡാഗിരിയുടെ ചുമതലയിൽ കിടങ്ങറ നീരേറ്റുപുറം പാതയിൽ മുട്ടാറിന് സമീപം പ്രവർത്തിച്ചു വരുന്ന ഗരുഡാഗിരി ഫാമിലി റെസ്റ്റോറന്റ്. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിന്റെ രുചിക്കൂട്ടുകൾ അനുഭവിച്ചറിയാൻ ദൂരദേശത്തു നിന്ന് പോലും നിരവധി പേരാണ് കുടുംബസമേതം ഇവിടം തേടിയെത്തുന്നത്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും
മനസ്സിനെ ആകർഷിക്കുന്ന കുട്ടനാടിന്റെ പ്രകൃതി സൗന്ദര്യവും ഹൃദ്യമായ പരിചരണവും ഗരുഡാഗിരി ഫാമിലി റെസ്റ്റോറന്റിന്റെ പ്രത്യേകതയാണ്. വരൂ, അനുഭവിച്ചറിയൂ കുട്ടനാടിന്റെ തനതു രുചികൂട്ടുകൾ ഗരുഡാഗിരിയുടെ വിഭവങ്ങളിലൂടെ. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് എൻ്റെയും എൻ്റെ സ്ഥാപനമായ ഗരുഡാഗിരി റെസ്റ്റോറൻ്റെയും പേരിൽ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. രാജീവം റെസ്റ്റോറന്റ് രുചിയേറുന്ന കുട്ടനാടൻ വിഭവങ്ങളുടെ കലവറയാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി ദേശീയപാതയിൽ മാമ്പുഴക്കരിയിലുള്ള രാജീവം റെസ്റ്റോറന്റ്. വൈവിധ്യമാർന്ന കായൽ മത്സ്യവിഭവങ്ങൾ, സ്വാദേറിയ സസ്യേതര വിഭവങ്ങൾ. രാജീവം റെസ്റ്റോറന്റ്, മാമ്പുഴക്കരി, കുട്ടനാട്. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് മാമ്പുഴക്കരി രാജീവൻ റെസ്റ്റോറൻറ്റിൻ്റെ എല്ലാവിധ ആശംസകളും. ആധാരപ്പെടുത്താണ് ജോലി. ഈ റോഡ് സൈഡിൽ ഒന്നാങ്കരി എന്ന സ്ഥലത്താണ് ആധാരപ്പെടുത്ത ഓഫീസ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 57 വർഷമായി ഞാൻ ഈ തൊഴിൽ ചെയ്തു വരുന്നു. മൂലം വള്ളംകളിക്ക് ഈ വർഷത്തെ മൂലം ജലോത്സവത്തിന് എൻ്റെയും ഈ ഓഫീസ് സ്റ്റാഫിൻ്റെയും, ഈ ഓഫീസിലെ എൻ്റെ തൊട്ടടുത്ത ചാർജുകാരനായ എൻ്റെ മരുമകൻ മാപ്പിളശ്ശേരിൽ ജിമ്മി ജേക്കബിൻ്റെയും പേരിൽ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1199 ആണ്ട് മിഥുനമാസം 8-ാം തീയതി മൂലം നാൾ. ക്രിസ്തുവർഷം 2024 ജൂൺ 22. ഇന്നേക്ക് 4.25 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ മലയാള വർഷം 720, ക്രിസ്തുവർഷം 1545 മിഥുനമാസത്തിലെ ഒരു മൂലം നാളിൽ ചെമ്പകശ്ശേരി നാട്ടുരാജ്യം ഭരണാധിപൻ പൂരാടം തിരുനാൾ ദേവനാരായണൻ രാജാവ് തുടക്കം കുറിച്ച ഒരു ജല കേളി. അതത്രേ ഇപ്പോൾ നടക്കുന്ന ചമ്പക്കുളം മൂലം വള്ളംകളി. മലയാള നാടിൻ്റെ അമൃതധമനികളിലൊന്നായ പമ്പയാറിൻ്റെ ഒരു കൈവഴി വടക്കോട്ടുള്ള പ്രയാണം ചമ്പക്കുളത്തെത്തുമ്പോൾ ജലവിധാനത്തിന് പേര് ചമ്പക്കുളത്താറ്. പടിഞ്ഞാറ് നെടുമുടിക്കരയും കിഴക്ക് പുല്ലങ്കടിയും അമിച്ചകരിയും ദേശങ്ങൾ അതിര് പങ്കിടുന്ന ഭൂമിക. ചമ്പക്കുളം മൂലം വള്ളംകളി മത്സരത്തിനായി ക്രമീകരിച്ചിരിക്കുന്ന ഈ നെട്ടായം വടക്ക് കൊച്ചുപള്ളിക്കടവ് മുതൽ തെക്ക് മേനാംവീട് കടവ് വരെയുള്ള 1200 മീറ്റർ നീളം. കിഴക്ക് പടിഞ്ഞാറായി മത്സര ജലവിധാനത്തിൻ്റെ വീതി 80 മീറ്റർ വീതം 1, 2, 3 ക്രമങ്ങളിൽ 3 ട്രാക്കുകളായി ക്രമീകരിച്ചിരിക്കുന്നു. 20 മീറ്റർ വീതം ഭാഗിച്ചിരിക്കുന്ന ഈ ട്രാക്കുകളുടെ അരികിലായി 10 മീറ്റർ വീതമുള്ള 2 ഔട്ടർ ട്രാക്കുകൾ കൂടി ഉണ്ട്. ആഴക്കൂടുതൽ കൊണ്ട് മുളയോ കഴയോ നാട്ടി ട്രാക്കുകൾ വേർതിരിച്ച് കാട്ടുവാൻ സാധ്യമല്ലാത്ത കയത്തിൽ തന്നെയാണ് ചമ്പക്കുളം മൂലം നാളിൽ മത്സരവള്ളംകളി നടക്കുന്നത്. അക്കരെ ഇക്കരെ കെട്ടിയിരിക്കുന്ന വടത്തിൽ വ്യത്യസ്ത വർണ്ണങ്ങളിൽ കൊടിക്കൂടുകൾ തൂക്കിയിട്ടാണ് ട്രാക്കുകളെ തിരിച്ചറിയുവാൻ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ശരാശരി 12 മുതൽ 15 മീറ്റർ വരെ ആഴമുള്ള ജലസമൃദ്ധിയാണ് ഈ ഭാഗത്തുള്ളത്. കിഴക്കൻ വെള്ളത്തിൻ്റെ നീരൊഴുക്ക് വർദ്ധിക്കുമ്പോൾ വിതാനം വീണ്ടും ഉയർന്ന് ആഴം 20 മീറ്റർ വരെ എത്താറുണ്ട്. കുട്ടനാടിൻ്റെ ഉള്ളകങ്ങളുടെ മുഖമുദ്രയായ ചുണ്ടൻ വള്ളങ്ങൾ അവ വിശ്വകീർത്തി നേടിയത് ഒരു നയന മനോഹര കാഴ്ച ഒരുക്കിക്കൊണ്ട് തന്നെയാണ്. 53.25 കോൽ നീളവും, അതായത് മെട്രിക് അളവിൽ പറഞ്ഞാൽ 38 മീറ്റർ 34 സെൻറ്റിമീറ്റർ നീളമായി ക്രമീകരിച്ചിരിക്കുന്നു. അടിക്കണക്കിൽ 125 അടിയോളം നീളമുണ്ട് ഈ കരുനാഗങ്ങൾ എന്ന വിശേഷണമുള്ള ജലനൗകകൾക്ക്. 53 അങ്കുലം വീതി, അഥവാ 1.67 മീറ്റർ വീതി, 20 അങ്കുലം ആഴം. ഇതെല്ലാം തച്ചുശാസ്ത്ര വിധി പ്രകാരമുള്ള കണക്കുകളാണ്. 0.61 മീറ്ററാണ് ഉള്ളകം. അങ്ങനെ വാൾത്തച്ചന്മാർ 100 ദിവസങ്ങളോളം പണിയെടുത്തിട്ടുള്ള ഒരു മനോഹരമായ തച്ചുശാസ്ത്ര വിധിപ്രകാരമുള്ള ജലനൗകയാണ് നമുക്ക് മുന്നിലൂടെ തുഴഞ്ഞു വരുന്നത്.
100ഓളം ആൾക്കാർ പങ്കെടുക്കുന്ന മത്സരങ്ങൾ. നിലയിൽ 7 പേരോളം നില കൈകാര്യം ചെയ്യുമ്പോൾ 4 അമരക്കാരാണ് ഈ 12 അടിയോളം ഉയരമുള്ള അമരത്തെ നിയന്ത്രിക്കുന്നത്. ഇരുവശവും ക്രമമായി ഇരുന്ന് പനന്തുഴകൾ ഉപയോഗിച്ച് ജലത്തെ പിന്നിലേക്ക് പായിക്കുമ്പോൾ ഓരോ ചുണ്ടൻ വള്ളവും മീറ്ററുകളോളം മുമ്പോട്ട് കുതിച്ചു വരികയാണ്. 87ഓളം തുഴച്ചിൽക്കാർ ഒരേ മനസ്സോടുകൂടിയാണ് ഇവിടെ തുഴയുന്നത്. തുഴകൾ 87 ഉണ്ടെങ്കിൽ മനസ്സൊന്നാണ്. അവർ മുമ്പിലേക്ക് ക്രമബദ്ധമായി 1 മുതൽ 8 വരെയുള്ള ആളുകൾ അഷ്ടദിക്പാലകന്മാരുടെ സങ്കല്പമാണ്. നിലയാളുകൾ 8 പേർ നിന്ന് താളപ്പെരുക്കങ്ങളോടുകൂടി നിയന്ത്രിക്കുന്നു. 5 പേർ ഈ വള്ളത്തെ നിയന്ത്രിക്കുവാൻ വലിയ പങ്കായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിക്കുന്നു. അടനയമ്പുകൾ വെള്ളത്തിലേക്ക് കുത്തി താഴ്ത്തി ഓരോ ക്രമബദ്ധമായി ഒരു നയമ്പ് പോലും തെറ്റുവാൻ പാടില്ല. പന മരങ്ങൾ ചെത്തി ഒരുക്കിയ വളരെ നിശ്ചിതമായ ക്രമത്തിൽ പാകപ്പെടുത്തിയെടുക്കുന്ന നയമ്പുകൾ കൊണ്ടാണ് വള്ളം തുഴഞ്ഞ് മുന്നോട്ട് നീങ്ങുന്നത്. ഓരോ തുഴച്ചിലും കൃത്യമായി ജലപാത്തികൾ തീർത്തുകൊണ്ട് വളരെ ചിട്ടയോടുകൂടിയ വളരെ നിയമബദ്ധമായ അല്ലെങ്കിൽ ക്രമബദ്ധമായ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടു കൂടിയുള്ള തുഴച്ചിൽ രീതിയാണ് ഈ ചുണ്ടൻ വള്ളങ്ങളിൽ അനുവർത്തിക്കുന്നത്. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലനം ഇവയ്ക്കൊക്കെ വേണ്ടിവരും. കൃത്യമായി സമയം പാലിച്ചുകൊണ്ട് തന്നെ ഈ നട്ടയം 1200ഓളം മീറ്റർ ക്രമപ്പെടുത്തിയപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തുഴഞ്ഞെത്തുവാൻ തക്കവണ്ണമുള്ള രീതിയിലുള്ള മത്സരങ്ങളാണ് ഇവിടെ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. മലയാള നാട്ടിൽ നടക്കുന്ന ഓരോ ചുണ്ടൻ വള്ളംകളി മത്സരങ്ങൾക്ക് മുമ്പായി വളരെ നിശ്ചിതമായ ക്രമത്തിൽ ഇവയുടെ ഒരു മാസ് ഡ്രിൽ എന്ന് പറഞ്ഞാൽ ഈ വള്ളങ്ങളെല്ലാം ഒരേ വിധാനത്തിൽ മുഖ്യ അതിഥികൾക്ക് മുമ്പിൽ പല ദേശങ്ങളിൽ നിന്ന് വരുന്ന കാണികൾക്ക് മുമ്പിൽ ക്രമപ്പെടുത്തി നിലനിർത്തിയിരിക്കുന്ന ഒരു രീതി. വളരെ മനോഹരമായി അവയെ തുഴകൾ കൊണ്ടുള്ള ഒരു വ്യായാമമുറ, അവയ്ക്ക് വേണ്ടിയുള്ള ഒരു യാത്രയാണ്. അതിമനോഹരമായ ചമ്പക്കുളത്താറിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പച്ച പട്ട് വിരിച്ചതുപോലെയുള്ള നെൽപ്പാടങ്ങൾക്ക് നടുവിൽ അവയെ വകഞ്ഞു മാറ്റിക്കൊണ്ടുള്ള പമ്പയാറിൻ്റെ ഒരു കൈവഴി വടക്കോട്ടേക്ക് വരികയാണ്. നെടുമുടി ഭാഗത്തേക്ക് വരുമ്പോൾ ആ നെടുമുടി ആറ് എന്ന് പറയുന്നു, കുറച്ച് തെക്ക് ഭാഗത്ത് ചമ്പക്കുളത്താർ എന്ന് പറയുന്നു, അതിന് തെക്ക് ഭാഗത്തായി തകഴിയാർ എന്ന് പറയുന്നു. അങ്ങനെ ഓരോ പ്രദേശങ്ങളും ആയി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പമ്പയാറിനെ ആ ദേശക്കാർ സ്വന്തമാക്കി തങ്ങളുടെ കരയോട് ചേർത്തുള്ള ആറുകൾ എന്ന് പറയുന്നു. അതിമനോഹരമായ ഈ ആകാശ കാഴ്ചയിൽ 135 അടിയോളം നീളമുള്ള ഒരു വലിയ ചുണ്ടൻ വള്ളത്തിൻ്റെ അതിമനോഹരമായ ഒരു കാഴ്ച. ഓരോ ചുണ്ടൻ വള്ളങ്ങളിലും കൃത്യമായ യൂണിഫോമുകൾ അണിഞ്ഞ തുഴക്കാരാണ് അടുത്ത കാലങ്ങളിലായി മത്സരങ്ങളിൽ പങ്കെടുക്കാറുള്ളത്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയിൽ വെള്ളക്കവണിയും നേരിയതും തലയിൽ കെട്ടി തുഴയുമെങ്കിൽ ഇതുപോലെയുള്ള മത്സരങ്ങൾ ജേഴ്സി അണിയുമ്പോൾ കൃത്യമായ വേഷം, അതിനകത്ത് എല്ലാവരും തുഴച്ചിൽക്കാരും നിലയാളുകളും പങ്കായം അണിയുന്നവരും എല്ലാം ഒരേ വേഷമായിരിക്കും അണിയുന്നത്. ചില വള്ളങ്ങളിൽ ഒരു ക്രമത്തിന് വേണ്ടി തലയിലൊരു കവണി കൂടി ചുറ്റിക്കെട്ടാറുണ്ട്. ഈ ചുണ്ടൻ വള്ളത്തിൽ കാണുന്നത് ചുമല ജേഴ്സി ട്രൗസറും കറുത്ത ജേഴ്സിയും അണിഞ്ഞ കുട്ടനാട്ടുകാരെയാണ്. ഈ വള്ളങ്ങളെല്ലാം ഇപ്പോൾ കടന്ന് മുമ്പോട്ടേക്ക് വരുന്നത് കൃത്യമായി ഒരു മാസ് ഡ്രിൽ അവതരിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഓരോ ചുണ്ടൻ വള്ളംകളിയുടെ അല്ലെങ്കിൽ മത്സര വള്ളംകളിയുടെ തുടക്കത്തിൽ ആ വള്ളംകളിയിൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ വള്ളങ്ങളും വന്ന് ഒരു വ്യായാമമുറ വളരെ കൃത്യമായി ഒരു 10 സ്റ്റെപ്പുകളിൽ അവരെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യായാമമുറ, നിയതമായ ഒരു വ്യായാമമുറയിൽ കൂടിയാണ് അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിൽ കൂടിയാണ് അല്ലെങ്കിൽ ഒരു പരിശീലന കാലഘട്ടത്തിൽ കൂടിയാണ് ഓരോ ചുണ്ടൻ വള്ളങ്ങളും മത്സരത്തിലേക്ക് കടന്നു വരുന്നത്. ഈ മത്സര വള്ളംകളി ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ മാന്യ പ്രേക്ഷകർക്ക് കാണുവാൻ കഴിയുന്നത്. ചമ്പക്കുളത്താറിൻ്റെ ഏറ്റവും വിശാലമായ ഒരു ഭാഗത്താണ് ഈ മാസ് ഡ്രിൽ അവതരിപ്പിക്കുന്നത്. ഓരോ ചുണ്ടൻ വള്ളങ്ങളും വന്ന് അവർക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ആ ഒരു വിധാനത്തിൽ ആ ക്രമത്തിൽ അണിനിരക്കും. എല്ലാ വള്ളങ്ങളിലും യൂണിഫോം അണിഞ്ഞ ആൾക്കാരായിരിക്കും പങ്കെടുക്കുക. ഈ ചുണ്ടൻ വള്ളങ്ങൾ ഈ മത്സരത്തിൽ ചമ്പക്കുളം മൂലം വള്ളംകളി മത്സരത്തിൽ ഇക്കുറി 6 ചുണ്ടൻ വള്ളങ്ങളും 2 വെപ്പ് വള്ളങ്ങളുമാണ് മത്സരിക്കുന്നത്. ട്രാക്കുകൾ ക്രമീകരിച്ചിരിക്കുന്ന രീതി വളരെ ആഴമുള്ള ഈ കയത്തിൽ കൃത്യമായി മുളകൾ നാട്ടിയോ അല്ലെങ്കിൽ അടയ്ക്കാമര കുറ്റികൾ നാട്ടിയോ ട്രാക്കുകൾ ക്രമീകരിക്കുവാൻ കഴിയാത്തതുകൊണ്ട് അക്കരെ ഇക്കരെ വലിച്ചു കെട്ടിയ വലിയ വടത്തിൽ ചെറിയ തോരണങ്ങൾ, കൊടിത്തോരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ക്രമീകരിച്ചിരിക്കുന്ന ട്രാക്കുകളാണ് അടയാളപ്പെടുത്താൻ അല്ലെങ്കിൽ മത്സരാർത്ഥികൾക്ക് കടന്നു പോകുവാനായി ക്രമപ്പെടുത്തിയിരിക്കുന്നത്. തീരത്തോട് അണഞ്ഞുകൊണ്ട് 5 ചുണ്ടൻ വള്ളങ്ങൾ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്.
ഈ ചുണ്ടൻ വള്ളങ്ങളെല്ലാം തന്നെ ഒരു മാസ് ഡ്രില്ലിന് വേണ്ടിയുള്ള പരിശീലകൻ്റെ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ തുഴ കൊണ്ടുള്ള ഒരു അഭ്യാസം 10 സ്റ്റെപ്പുകളിലായി അവർ അവതരിപ്പിക്കും. കായികക്ഷമത, അച്ചടക്കം, ഒരു ഏക സ്വഭാവത്തോടുകൂടി ഈ മത്സരത്തെ കാണുവാനുള്ള ഒരു ശ്രമം, ഇങ്ങനെ പല ലക്ഷ്യങ്ങളാണ് ഇതിനിട്ടിരിക്കുന്നത്. ഈ മാസ് ഡ്രില്ലിൻ്റെ തുടക്കം ആലപ്പുഴ നെഹ്റു ട്രോഫി ജലമേളയിൽ ആരംഭിച്ചതാണ് ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഒരു തമാശയ്ക്ക് വേണ്ടി ആദ്യം കാണിച്ചുവെങ്കിൽ ഇന്ന് അതൊരു ചിട്ടയായി മാറി. ഇന്നിത് കാണുവാനായി വിദേശ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കൊക്കെ അതിശയമാണ്. കാരണം ഡ്രാഗൺ ബോട്ട് റേസിൽ മാത്രം കാണുന്ന അത്ര തുഴച്ചിൽക്കാർ 100ഓളം പേർ ഒരു വള്ളത്തിൽ കയറിയിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ എത്ര കൃത്യമായാണ് അവരെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇരുവശത്തുമായി വള്ളപ്പടികളിൽ നയമ്പും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കരയിൽ മുഴങ്ങുന്ന വിസിലിനനുസരിച്ച് ഓരോ ചുണ്ടൻ വള്ളത്തിലും വെപ്പുവള്ളത്തിലും കളിവള്ളങ്ങളിലും ഒക്കെ ഇരിക്കുന്നവർ അവയുടെ ഭുജങ്ങൾ ഉയർത്തി, കൈകൾ ഉയർത്തി, സ്റ്റെപ്പുകൾ അനുസരിച്ച് മുമ്പോട്ട് ആ സ്റ്റെപ്പുകൾ 10 സ്റ്റെപ്പുകളാണ് ഇവിടെ മാസ് ഡ്രില്ലിനായി ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ആരെങ്കിലും മുൻകൂട്ടി ഒരു വ്യായാമമുറ കാണിക്കുകയില്ല. കൃത്യമായ നിർദ്ദേശം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഈ മാസ് ഡ്രില്ലുകൾ അവർ ആരംഭിക്കുകയുള്ളൂ. ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ നടത്തിപ്പ് ജനകീയ സമിതികളാണ് ഇപ്പോൾ നിർവഹിച്ചു വരുന്നത്. രാജഭരണകാലത്ത് ചമ്പകശ്ശേരി രാജാവിൻ്റെ നേതൃത്വത്തിലും കൊട്ടാരത്തിൻ്റെ ധനവിനിയോഗത്തിലും നടന്നു വന്ന വള്ളംകളി ചടങ്ങുകൾ, മത്സരത്തിനുള്ള സംഘാടന വൈഭവം, ഇവയൊക്കെ ഇന്ന് ജനകീയ സമിതികളിലേക്കായി ഓരോ ചുണ്ടൻ വള്ള സമിതികൾ, ബോട്ട് ക്ലബ്ബുകൾ, കുട്ടനാടിൻ്റെ പല ഭാഗത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, റവന്യൂ അധികാരികൾ, അങ്ങനെ നിരവധി ആൾക്കാരുടെ സഹകരണത്തോടു കൂടിയാണ് ഈ ജലോത്സവം നടക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മെമ്പർമാർ ഇതിൽ പങ്കെടുക്കുന്നു. ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് വിഭാഗങ്ങളിലുള്ളവർ പങ്കെടുക്കുന്നു. റവന്യൂ ഡിവിഷണൽ വിഭാഗത്തിലുള്ളവർ പങ്കെടുക്കുന്നു. ജില്ലാ ഭരണാധികാരി പങ്കെടുക്കുന്നു. ജനപ്രതിനിധികൾ പങ്കെടുക്കുന്നു. അങ്ങനെ ബഹുമുഖ പ്രതിഭകളുടെ, കുട്ടനാട് MLA അടക്കമുള്ളവരുടെ സജീവ സാന്നിധ്യം ഈ മത്സര വള്ളംകളിക്ക് മികവ് പകരുകയാണ്. ജലോത്സവത്തിൻ്റെ തുടക്കമായി വിപുലമായ ജനകീയ പങ്കാളിത്തത്തോടുകൂടിയുള്ള സമ്മേളനങ്ങൾ സ്വാഭാവികമായി നടക്കാറുണ്ട്. ഇവയ്ക്ക് തൊട്ട് പിന്നാലെയാണ് മാസ് ഡ്രില്ലും ജലഘോഷയാത്രയും നടക്കുന്നത്. ഏതാണ്ട് 800ഓളം കായിക താരങ്ങളാണ് ഈ ജലവിധാനത്തിന് മുകളിൽ ഈ സമയത്ത് സമ്മേളിച്ചിരിക്കുന്നത്. ഓരോ ചുണ്ടൻ വള്ളങ്ങളിലും 100-ൽ പരം ജലകായിക താരങ്ങൾ പങ്കെടുക്കുമ്പോൾ ജലഘോഷയാത്ര കമനീയമായി നടക്കുന്ന ഒരു ആകാശ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 6 ചുണ്ടൻ വള്ളങ്ങൾ വളരെ ഭംഗിയായി ചിറകുകൾ വിടർത്തുന്നത് പോലെ, അരയന്നങ്ങൾ ചിറകുകൾ വിടർത്തുന്ന പോലെ തുഴകൾ ഉപയോഗിച്ച് ജലപ്പരപ്പിൽ കാണിക്കുന്ന വളരെ മനോഹരമായ ഒരു കായിക അഭ്യാസം. വിസിലുകൾ കിട്ടുന്നതനുസരിച്ച് തുഴ ഉയർത്തിയും ഭുജങ്ങൾക്ക് നേരെ കൊണ്ടുവന്നും മുമ്പിൽ പ്രതിജ്ഞ എടുക്കുന്ന പോലെ നിലനിർത്തിയും ഒക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആശയങ്ങൾ പ്രകടിപ്പിക്കുന്ന രീതിയാണ് മാസ് ഡ്രില്ലുകളിൽ അനുവർത്തിച്ചു വരുന്നത്. മറ്റ് വിദേശ കായിക ഇനങ്ങളിലൊക്കെ തന്നെ പ്രതിജ്ഞ എടുക്കുന്നത് പോലെ ഈ ജലപ്പരപ്പിൽ ഇരുന്നു കൊണ്ട് തങ്ങളുടെ തുഴ ഉയർത്തിപ്പിടിച്ച് ഇന്നത്തെ ഈ മത്സരത്തിന് സമ്പൂർണ്ണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു ശൈലി, അതുതന്നെയാണ് മാസ് ഡ്രിൽ ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ അച്ചടക്കത്തിൻ്റെ ഭാഗമായി കിട്ടുന്ന നിർദ്ദേശങ്ങളെ ശിരസാവഹിച്ചുകൊണ്ട് എല്ലാവരും ഒരുപോലെ പങ്കെടുക്കുന്ന ഒരു രീതി ലോകത്ത് മറ്റേതെങ്കിലും മത്സര ഇനങ്ങളിലുണ്ടോ എന്ന് സംശയമാണ്. ഒരുപക്ഷെ ഇത്രയധികം ആൾക്കാർ ഒരു വള്ളത്തിൽ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിലായി മത്സരിക്കുന്ന രീതികളും ലോകത്തിൻ്റെ മറ്റ് കായിക ജലമേളകളിൽ ഒന്നും തന്നെ അടയാളപ്പെടുത്തിയിട്ടില്ല. മാസ് ഡ്രില്ലിനെ തുടർന്ന് ജലഘോഷയാത്രയായിട്ടാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് ഈ വള്ളങ്ങളൊക്കെ ഒന്നൊന്നായി തിരിച്ചു പോകുന്നത്. മത്സരത്തിനായി ക്രമീകരിച്ചിരിക്കുന്ന ഈ നെട്ടയം 1200 മീറ്ററോളം ഉണ്ട്. വടക്ക് കൊച്ചുപള്ളിക്കടവിലേക്കാണ് ഈ വള്ളങ്ങളെല്ലാം മടങ്ങിപ്പോകുന്നത്. കൊച്ചുപള്ളിക്കടവ് എന്ന് പറയുമ്പോൾ ചമ്പക്കുളം പാലം കഴിഞ്ഞ് വീണ്ടും വടക്കോട്ട് നെടുമുടി ഭാഗത്തേക്ക് തുഴഞ്ഞെത്തണം. ഈ ആറിന് 80 മീറ്ററോളം വീതിയുള്ളപ്പോഴും
ചെറിയ ഒരു വളവ് ഈ ഭാഗത്ത് പാലം മുതൽ രേഖപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ വളവ് പോലും വളരെ നിശ്ചിതമായ രീതിയിൽ വളരെ മനോഹരമായി ആ കാഴ്ച വിരുന്നൊരുക്കുവാൻ വേണ്ടി ഈ വള്ളങ്ങളിലുള്ള തുഴച്ചിൽക്കാർ ഇപ്പോൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഈ കരിനാഗങ്ങളെന്ന് പണ്ട് പറയുമ്പോഴും ഇപ്പോൾ മത്സര വള്ളംകളി വന്നപ്പോൾ CBL പോലൊക്കെയുള്ള വള്ളംകളി വ്യാപകമായപ്പോൾ വള്ളങ്ങൾക്ക് ഒരു വർണ്ണപ്പകിട്ട് നൽകുന്ന രീതി അടുത്ത കാലത്തായി അനുവർത്തിച്ചു വരുന്നു. ആയാപറമ്പ് പാണ്ടിയും ആയാപറമ്പ് വലിയ ദിവാൻജിയും നടുഭാഗവും ഒക്കെ വരുമ്പോൾ പണ്ട് കാലത്ത് എല്ലാ കറുത്ത വള്ളങ്ങളായി കരുനാഗങ്ങളായി കരുമാടിക്കുട്ടന്മാരെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് പല വള്ളങ്ങൾക്ക് ആകർഷകമായ നിറം നൽകി തുടങ്ങിയിട്ടുണ്ട്. ചമ്പക്കുളം ചുണ്ടനും ചെറുതന ചുണ്ടനും ആയാപറമ്പ് വലിയ ദിവാൻജിയും സെൻറ്റ് ജോർജും ഒക്കെ തന്നെ ഈ മത്സര മേഖലയിലേക്ക് വരുമ്പോൾ വിശ്വകീർത്തി നേടിയ പണ്ഡിറ്റ്ജിയുടെ പാദസ്പർശമേറ്റ ആദ്യകാല നടുഭാഗത്തിൻ്റെ പുനരാവിഷ്കരണമായ രണ്ടാം നടുഭാഗവും ആയാപറമ്പ് പാണ്ടി പുത്തൻ ചുണ്ടനും ഒക്കെ ഈ ജലവിധാനത്തിലൂടെ കടന്നു വരികയാണ്. മന്ദം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്കുള്ള യാത്രയാണ്. ഒരു ജലഘോഷയാത്ര എന്ന് പറയുമ്പോൾ അവർ ആകർഷകമാകണം. കേരളത്തിലെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ചമ്പക്കുളത്തായിട്ട് നടക്കുന്ന ഈ മൂലം ജലോത്സവത്തിലൂടെയാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വലിയ സന്ദേശം മതസൗഹാർദ്ദത്തിൻ്റെതാണ്. നമ്മുടെ രാജ്യത്ത് മതത്തിൻ്റെ പേരിൽ തമ്മിലടിയും കത്തിക്കുത്തും കലാപവും ഒക്കെ നടക്കുന്ന സന്ദർഭത്തിലാണ് 460 വർഷം മുമ്പ് നമ്മുടെ മുൻഗാമികൾ ഇത് മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഏറ്റവും ഉയർന്ന ഒരു രൂപം എന്നുള്ള നിലയിൽ ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആളുകളെ അവരുടെ വിഗ്രഹം ഒരു ക്രിസ്ത്യൻ തറവാട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു എന്ന് പറയുന്നത് ഇന്നും നമ്മയെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അത് ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം ഈ നാടിൻ്റെ മതമൈത്രിയുടേതാണ്, സമുദായ സൗഹാർദ്ദത്തിൻ്റെതാണ്. ജാതി മത ചിന്തകൾക്കതീതമായി കുട്ടനാട്ടിലെ ജനങ്ങളുടെ മതസൗഹാർദ്ദപരമായിട്ടുള്ള ജീവിതം വിളിച്ചോതുന്ന ഒരു ചരിത്രമാണ് ഈ വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളത്. പ്രകൃതി മനോഹരമായ കുട്ടനാടിന്റെ വിശാലമായ പാടശേഖരത്തിന് നടുവിലായി ഏറെ രുചികരവും വിഭവസമൃദ്ധവുമായ ഭക്ഷണത്തിന്റെ അക്ഷയപാത്രമാണ് സലം ഗരുഡാഗിരിയുടെ ചുമതലയിൽ കിടങ്ങറ നീരേറ്റുപുറം പാതയിൽ മുട്ടാറിന് സമീപം പ്രവർത്തിച്ചു വരുന്ന ഗരുഡാഗിരി ഫാമിലി റെസ്റ്റോറന്റ്. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിന്റെ രുചിക്കൂട്ടുകൾ അനുഭവിച്ചറിയാൻ ദൂരദേശത്തു നിന്ന് പോലും നിരവധി പേരാണ് കുടുംബസമേതം ഇവിടം തേടിയെത്തുന്നത്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും മനസ്സിനെ ആകർഷിക്കുന്ന കുട്ടനാടിന്റെ പ്രകൃതി സൗന്ദര്യവും ഹൃദ്യമായ പരിചരണവും ഗരുഡാഗിരി ഫാമിലി റെസ്റ്റോറന്റിന്റെ പ്രത്യേകതയാണ്. വരൂ, അനുഭവിച്ചറിയൂ കുട്ടനാടിന്റെ തനതു രുചികൂട്ടുകൾ ഗരുഡാഗിരിയുടെ വിഭവങ്ങളിലൂടെ. ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് എൻ്റെയും എൻ്റെ സ്ഥാപനമായ ഗരുഡാഗിരി റെസ്റ്റോറൻ്റെയും പേരിൽ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. രാജീവം റെസ്റ്റോറന്റ് രുചിയേറുന്ന കുട്ടനാടൻ വിഭവങ്ങളുടെ കലവറയാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി ദേശീയപാതയിൽ മാമ്പുഴക്കരിയിലുള്ള രാജീവം റെസ്റ്റോറന്റ്. വൈവിധ്യമാർന്ന കായൽ മത്സ്യവിഭവങ്ങൾ, സ്വാദേറിയ സസ്യേതര വിഭവങ്ങൾ. രാജീവം റെസ്റ്റോറന്റ്, മാമ്പുഴക്കരി, കുട്ടനാട്. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് മാമ്പഴക്കരി രാജീവൻ റെസ്റ്റോറൻറ്റിൻ്റെ എല്ലാവിധ ആശംസകളും. ആധാരമെഴുത്താണ് ജോലി. ഈ റോഡ് സൈഡിൽ ഒന്നാങ്കരി എന്ന സ്ഥലത്താണ് ആധാരമെഴുത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 57 വർഷമായി ഞാൻ ഈ തൊഴിൽ ചെയ്തു വരുന്നു. മൂലം വള്ളംകളിക്ക് ഈ വർഷത്തെ മൂലം ജലോത്സവത്തിന് എൻ്റെയും ഈ ഓഫീസ് സ്റ്റാഫിൻ്റെയും ഈ ഓഫീസിലെ എൻ്റെ തൊട്ടടുത്ത ചാർജുകാരനായ എൻ്റെ മരുമകൻ മാപ്പിളശ്ശേരിൽ ജിമ്മി ജേക്കബിൻ്റെയും പേരിൽ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ 3 ഹീറ്റ്സുകളായാണ് ചുണ്ടൻ വള്ളത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഹീറ്റ്സിൽ പങ്കെടുക്കുക നടുഭാഗം ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന രാരിച്ചൻ MT ക്യാപ്റ്റനായുള്ള നടുഭാഗം UBC കൈനഗരി യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ്. ഏറെ പ്രശസ്തിയും പെരുമയുമുള്ള യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബാണ്. ഹാട്രിക് അടക്കം 12 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ കാര്യശേഷിയും കായിക പ്രാപ്തിയുമുള്ള യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബാണ് ഇത്തവണ ആയാപറമ്പ് പാണ്ടിയെ നയിക്കുന്നത്.
ആയാപറമ്പ് പാണ്ടി ചുണ്ടനും സുനിൽ തോമസും റിക്സൺ ഉമ്മൻ വർഗീസും ഷിനു സോമനാഥ പിള്ളയും നയിക്കുന്ന ആയാപറമ്പ് പാണ്ടി രണ്ടാമത്തെ ട്രാക്കിലും നടുഭാഗം ഒന്നാമത്തെ ട്രാക്കിലൂടെയുമാണ് ഈ മത്സരത്തിൽ പ്രഥമപാദ മത്സരത്തിൽ മുന്നോട്ട് കടന്നു വരുന്നത്. നടുഭാഗത്തെപ്പറ്റി പറയുമ്പോൾ 1927 മുതൽ ജലമേളകളിൽ പങ്കാളിത്തമുള്ള ചമ്പക്കുളം ദേശത്തെ നടുഭാഗം കരയുടെ വള്ളമാണ് ആദ്യമായി നടുഭാഗം എന്ന പേരിൽ മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. 1952 പണ്ഡിറ്റ്ജി ആഹ്ലാദത്തോടെ യാത്ര ചെയ്ത വള്ളം. പുതിയ വള്ളം സാബു നാരായണനാചാരി നിർമ്മിച്ച് 2015 നീറ്റിലിറക്കി. 2019 നെഹ്റു ട്രോഫി നടുഭാഗം ചുണ്ടന് സ്വന്തമായിരുന്നു. വിജയവീഥിയിൽ യാകാശത്വം പോലെ 2019 CBL മത്സരങ്ങളിൽ 12-ൽ 11 ജയിച്ച ചരിത്രം നടുഭാഗത്തിനുണ്ട്. 2022 നെഹ്റു ട്രോഫി മത്സരത്തിൽ 4.31 സെക്കൻഡ് 57 മൈക്രോ സെക്കൻഡ് കൊണ്ട് രണ്ടാം സ്ഥാനത്തെത്തിയ ഒരു പ്രത്യേകതയും നടുഭാഗത്തിനുണ്ട്. കർഷക തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും താറാവ് കർഷകരും ഒക്കെ അടങ്ങുന്ന 650ഓളം ഓഹരി ഉടമകൾ കൈവരിച്ച സ്വപ്ന സാക്ഷാത്കാരമാണ് ആയാപറമ്പ് പാണ്ടിച്ചുണ്ടൻ. പമ്പയുടെ തീരപ്രദേശത്ത് വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ രൂപം നൽകിയ ഒരു ചാല് ഒരു പ്രദേശത്തെ രണ്ടായി വിഭജിച്ചു. അങ്ങനെ ആയാപറമ്പ് പാണ്ടി എന്ന് 2 കരകൾ രൂപം കൊണ്ടു. ആ 2 കരകളിലെ നാട്ടുകാർ ഏകതയുടെ പ്രതീകമായി അവരവരുടെ ചുണ്ടൻ വള്ളത്തെ വിഭജിച്ചില്ല. ആയാപറമ്പ് പാണ്ടി എന്ന പേരിൽ ചുണ്ടൻ വള്ളം മത്സരിക്കുവാൻ തുടങ്ങി. 1997 കൃഷ്ണൻകുട്ടി ആചാരി പണിത് നീറ്റിലിറക്കിയ ആദ്യഘട്ടമാണ് ആയാപറമ്പ് പാണ്ടിക്കുള്ളത്. ഇപ്പോഴത്തെ വള്ളം, പുതിയ വള്ളം സാബു നാരായണനാചാരി 2012 നിർമ്മിച്ച് പ്രഥമ ചുണ്ടൻ വള്ള മത്സരത്തിലേക്ക് പങ്കെടുപ്പിച്ച് 2015 കൂടുതൽ മത്സര ശേഷി കൈവരിച്ചുകൊണ്ട് പ്രഥമ പാദ മത്സരത്തിൽ പങ്കെടുത്തു. 2017-ലും 18-ലും ലൂസേഴ്സ് ഫൈനലിൽ വരെ എത്തിയ നേരിയ വ്യത്യാസത്തിൽ ട്രോഫി കൈവിട്ട ആ ചുണ്ടൻ വള്ളമാണ് ആയാപറമ്പ് പാണ്ടി. ആയാപറമ്പ് പാണ്ടിയും നടുഭാഗം ചുണ്ടനുമാണ് 2 ട്രാക്കുകളിലൂടെ ഒന്നാം പാദ മത്സരത്തിൽ കടന്നു വരുന്നത്. ഇവിടെ വളരെ ആവേശകരമായ മത്സരം അവർ കാഴ്ചവെക്കുന്നില്ല എങ്കിൽ തന്നെയും മത്സരത്തിൻ്റെ പകുതി പിന്നിടുമ്പോൾ ഏതാണ്ട് 600 മീറ്ററോളം പിന്നിട്ട് കഴിയുമ്പോൾ കുട്ടനാട്ടുകാർക്ക് സ്വാഭാവികമായുള്ള ഒരു ആവേശം വരും. ഇത് ഒന്നോടൊന്ന് ചേർന്ന് തോളോട് തോൾ ചേർന്നെന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു അയത്ന ലളിതമായ തുഴച്ചിൽ ആദ്യം കാട്ടിപ്പോഴും ഫിനിഷിംഗ് പോയിന്റിലേക്ക് കേവലം 50 മീറ്റർ ഉള്ളപ്പോഴാണ് ഈ ആവേശത്തുഴച്ചിലിന് നമ്മൾ നേർക്കാഴ്ചയാകുന്നത്. ഫിനിഷിംഗ് പോയിന്റിൻ്റെ തൊട്ടടുത്തെത്തുമ്പോൾ നടുഭാഗം വളരെ ആവേശത്തോടുകൂടി മുന്നോട്ട് തുഴഞ്ഞ് മുന്നേറുന്നു. 5 മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ടാണ് ഈ 2 വള്ളങ്ങളും 1200 മീറ്റർ പിന്നിട്ടിരിക്കുന്നത്. ആ നട്ടയത്തിൻ്റെ ഒരു ചെറിയ ചരിവ് അല്ലെങ്കിൽ ഒരു തിരിവ് അല്ലെങ്കിൽ ഒരു വളവ് എന്ന് വേണമെങ്കിൽ പറയാം ആകാശ കാഴ്ചയിൽ നമുക്ക് നേരിട്ട് ദൃശ്യമാകുന്നുണ്ടത്. എങ്കിലും കൂട്ടിമുട്ടാതെ വളരെ കൃത്യമായി നിശ്ചിതമായ ആ തുഴച്ചിൽ ശൈലിയോടുകൂടി തന്നെ ഈ 2 വള്ളങ്ങളും ഫിനിഷ് ചെയ്യുകയാണ്. 2024 ചമ്പക്കുളം മൂലം വള്ളംകളി 3 പാദങ്ങളായി ചുണ്ടൻ വള്ളങ്ങളെ മത്സരത്തിനായി ക്രമീകരിച്ചിരിക്കുന്നു. ഇതിൽ 2ാം പാദ മത്സരം ഹീറ്റ്സ് നമ്പർ 2 രണ്ടാമത്തെ ട്രാക്കിലൂടെ ചമ്പക്കുളം ചുണ്ടനും 3ാമത്തെ ട്രാക്കിലൂടെ ചെറുതന ചുണ്ടനുമാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ചമ്പക്കുളം ബോട്ട് ക്ലബിൻ്റെ മോൻസ് കരിയമ്പിളിൽ നയിക്കുന്ന ചമ്പക്കുളം ചുണ്ടൻ, ജീസസ് ബോട്ട് ക്ലബിൻ്റെ KC സോളി വർഗീസ് നയിക്കുന്ന ചെറുതന ചുണ്ടൻ. ചെറുതന ചുണ്ടനെ പറ്റി പറയുമ്പോൾ 3 തലമുറകളുടെ ചരിത്രമാണ് ചെറുതന ചുണ്ടനുള്ളത്. മാരാമണ്ണിൽ നിന്നും വാങ്ങിയ പള്ളിയോടം കോവിൽമുക്ക് നീലകണ്ഠനാചാരി പണിത് ചുണ്ടൻ വള്ള ഗണനയിൽ നീറ്റിലിറക്കിയപ്പോൾ ചെറുതന ചുണ്ടൻ്റെ ആരംഭമായി. ഒരു പുതിയ ചുണ്ടൻ വേണമെന്ന പഴയ തലമുറക്കാർ 1984 ആഗ്രഹിച്ചപ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ പെരുന്തച്ഛനായ കോവിൽമുക്ക് നാരായണനാചാരി നിർമ്മിച്ച് നീറ്റിലിറക്കിയ ചെറുതന പുത്രൻ്റെ ചുണ്ടൻ നിരവധി മത്സരങ്ങളിൽ തുടക്കകാലങ്ങളിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു. 2004 നെഹ്റു ട്രോഫി തന്നെ കരസ്ഥമാക്കിയ ചെറുതന ചുണ്ടൻ 9 തവണ റണ്ണറപ്പായി തീർന്നിട്ടുണ്ട്. ചമ്പക്കുളം പാലത്തിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന കുട്ടനാടൻ ജനതയുടെ സാന്നിധ്യത്തിലാണ് അവരുടെ ആരവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ ചുണ്ടൻ വള്ളങ്ങൾ മുന്നോട്ട് ഗമിക്കുന്നത്. 2021 ആഗസ്റ്റ് 21-നാണ് 787 ഓഹരി ഉടമകൾ ഒത്തുചേർന്ന് നിലവിൽ കാണുന്ന പുതിയ ചുണ്ടന് രൂപം നൽകിയത്. ഇപ്പോൾ മത്സരത്തിനെത്തിയ ജലരാജൻ 2022 മുതൽ ജലപ്പോരുകളിൽ സജീവമാണ്. വമ്പന്മാരിൽ വമ്പനാം ചമ്പക്കുളം ചുണ്ടൻ എന്ന പേരുള്ള ആ പഴയ ചുണ്ടൻ വള്ളം മാറ്റി 2014 പുതിയ ചുണ്ടൻ വള്ളം നിർമ്മിച്ചിറക്കിയതാണ് ഇപ്പോൾ കാണുന്ന ചമ്പക്കുളം ചുണ്ടൻ. ഹാട്രിക്കുകളുടെ ചരിത്രം പേറുന്ന ചുണ്ടൻ വള്ളം എന്നുള്ള ഖ്യാതി ചമ്പക്കുളം ചുണ്ടനുണ്ട്. 1989-ലും 90-ലും 91-ലും
1994, 95, 96 അടക്കം 9 തവണ നെഹ്റു ട്രോഫി എന്ന വിശ്വകീർത്തി മത്സരത്തിൽ മുത്തമിടാൻ കഴിഞ്ഞ ചുണ്ടൻ വള്ളമാണ് ചമ്പക്കുളം. 53.25 കോൽ നീളവും 84 തുഴക്കാൽ 9 നിലക്കാർ 5 അമരക്കാരടങ്ങുന്ന ഒരു വലിയ താരനിര, ജലകായിക താരങ്ങളുടെ നിര ഈ ചുണ്ടൻ വള്ളത്തിലുണ്ട്. വളരെ പിന്നിൽ കിടക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ ഈ 2 ചുണ്ടൻ വള്ളങ്ങൾ തമ്മിലുള്ള മത്സരത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചമ്പക്കുളം ചുണ്ടൻ വളരെ മുന്നേറ്റം കൈവരിച്ചിരിക്കുന്നു. പടിഞ്ഞാറേ കരയിലെ പവലിയനിലിരിക്കുന്ന ആൾക്കാർ മഴയെപ്പോലും വകവയ്ക്കാതെ ആവേശത്തോടുകൂടി കിഴക്കേ കരയിലും ഒക്കെ കൂടി നിൽക്കുകയാണ്. കുട്ടനാടിൻ്റെ ഒരു രീതി അതാണ്. ചമ്പക്കുളം ചുണ്ടൻ വളരെ വ്യക്തമായ ഒരു ലീഡ് കൈവരിച്ചിരിക്കുകയാണ്. ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന ചമ്പക്കുളം ചുണ്ടൻ ചമ്പക്കുളം മൂലം വള്ളംകളി മത്സരത്തിൽ 2ാം പാദത്തിൽ 1ാമതായി തന്നെ ഫിനിഷ് ചെയ്യുന്ന ഒരു കാഴ്ച. പക്ഷേ ഈ മത്സരങ്ങൾക്കെല്ലാം ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഒരാൾ മുമ്പിൽ പോയാൽ മറ്റേയാൾ ഒരിക്കലും തുഴച്ചിൽ ഇളർത്തുകയില്ല. ആ ആവേശം ഏറ്റുവാങ്ങിക്കൊണ്ട് കരയിൽ നിൽക്കുന്ന ആളുകളുടെ, തങ്ങളുടെ കരക്കാരുടെ, തങ്ങളെ ഇഷ്ടപ്പെടുന്നവരുടെ, ജലത്തിലിറങ്ങി അവർക്ക് ആവേശം നൽകുന്നവരുടെ ഒക്കെ ഒരു താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് ചെറുതന ചുണ്ടൻ ആ ട്രാക്കിൻ്റെ നീളം മുഴുവൻ തന്നെ തുഴഞ്ഞ് തീർക്കുക എന്നുള്ള ഒരു രീതി, ആ പൂർത്തീകരണ ശൈലി, ആ വാശി ഇതിനകത്ത് ഈ മത്സരങ്ങൾക്കെല്ലാം നമുക്ക് നിയതമായി കാണുവാൻ കഴിയും. ഈ പ്രാവശ്യത്തെ വള്ളംകളിയെ സംബന്ധിച്ച് വളരെ ചിട്ടയായ ക്രമീകരണങ്ങളാണ് വള്ളംകളിയുമായി ബന്ധപ്പെട്ട് നടത്തിയത്. സ്റ്റിൽ സ്റ്റാർട്ട് അടക്കമുള്ള സംവിധാനമാണ് ഈ പമ്പയാറ്റിൽ ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം മൂലത്തെക്കുറിച്ചും മൂലത്തിൻ്റെ ഈ ഐതിഹ്യവും ചരിത്രവും ഒക്കെ അറിയാം. പക്ഷേ അതിലുപരി കുട്ടനാടുകാരെ സംബന്ധിച്ച് ചമ്പക്കുളം വള്ളംകളി എന്ന് പറയുമ്പോൾ അവളുടെ മനസ്സിലൊരു വികാരമാണ്. ആ വികാരം എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് ഒരു ആർപ്പുവിളി ഉയർന്നാലും ഉടനെ തന്നെ ബാക്കി എല്ലാവരും അതിന് പിന്തുണയർപ്പിച്ച് ആർപ്പോ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ആ വളരെ ആവേശത്തോടെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടി വരുന്ന വള്ളങ്ങൾക്ക് അതിനു വേണ്ടുന്ന പിന്തുണയും ആർപ്പും നൽകിയുള്ള ഒരു വലിയ ഒരു മാമാങ്കമാണ് ഇവിടെ നടക്കുന്നത്. ഈ നാട്ടിലെ ഇത്തവണത്തെ മൂലം ജലോത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായി വളരെ പരാധീനതകൾക്ക് നടുവിലാണ് ഈ ആഘോഷം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ദേവസ്വം ബോർഡ് നൽകുന്ന ഏകദേശം 75,000 രൂപയും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന 1,00,000 രൂപയും പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന കുറേ തുകയും അതിനുശേഷം ഗവൺമെൻറ്റിൻ്റെ പെർമിസീവ് സാങ്ഷനോടുകൂടി കുട്ടനാട്ടിലെ വിവിധ പഞ്ചായത്തുകൾ നൽകുന്ന ഏകദേശം 3 ലക്ഷം രൂപയും അടങ്ങുന്ന അങ്ങനെ 6 ലക്ഷം രൂപ കൈവശം വെച്ചുകൊണ്ടാണ് ഈ മൂലം ജലോത്സവം. ഇതിൻ്റെ ആകപ്പാടെയുള്ള ചെലവിനായി 20 ലക്ഷത്തിലധികം രൂപ ചെലവഴിക്കുന്ന ആവശ്യമായി വരുന്ന ഈ മൂലം ജലോത്സവ സംഘാടക സമിതി സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടിലാണ്. എങ്കിൽ കൂടിയും ഈ നാട്ടിലെ ജനങ്ങളാകെ ഈ മൂലം ജലോത്സവത്തെ തോളോട് ചേർത്ത് മനസ്സിലിടം നൽകിക്കൊണ്ട് അവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകളും ഇവിടെ വിവിധ പ്രദേശങ്ങളിൽ കുട്ടനാട്ടിലെയും കേരളത്തിലെയുമുള്ള മുഴുവൻ ജനങ്ങളും ചമ്പക്കുളത്തെ പമ്പയാറ്റിൻ്റെ ഇരുകരകളിലുമായിട്ട് ചമ്പക്കുളത്തെ എത്തിച്ചേർന്നിരിക്കുകയാണ്. പ്രകൃതി മനോഹരമായ കുട്ടനാടിന്റെ വിശാലമായ പാടശേഖരത്തിന് നടുവിലായി ഏറെ രുചികരവും വിഭവസമൃദ്ധവുമായ ഭക്ഷണത്തിന്റെ അക്ഷയപാത്രമാണ് സലം ഗരുഡാഗിരിയുടെ ചുമതലയിൽ കിടങ്ങറ നീരേറ്റുപുറം പാതയിൽ മുട്ടാറിന് സമീപം പ്രവർത്തിച്ചു വരുന്ന ഗരുഡാഗിരി ഫാമിലി റെസ്റ്റോറന്റ്. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിന്റെ രുചിക്കൂട്ടുകൾ അനുഭവിച്ചറിയാൻ ദൂരദേശത്തു നിന്ന് പോലും നിരവധി പേരാണ് കുടുംബസമേതം ഇവിടം തേടിയെത്തുന്നത്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും മനസ്സിനെ ആകർഷിക്കുന്ന കുട്ടനാടിന്റെ പ്രകൃതി സൗന്ദര്യവും ഹൃദ്യമായ പരിചരണവും ഗരുഡാഗിരി ഫാമിലി റെസ്റ്റോറന്റിന്റെ പ്രത്യേകതയാണ്. വരൂ, അനുഭവിച്ചറിയൂ കുട്ടനാടിന്റെ തനതു രുചികൂട്ടുകൾ ഗരുഡാഗിരിയുടെ വിഭവങ്ങളിലൂടെ. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് എൻ്റെയും എൻ്റെ സ്ഥാപനമായ ഗരുഡാഗിരി റെസ്റ്റോറൻ്റെയും പേരിൽ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. രാജീവം റെസ്റ്റോറന്റ് രുചിയേറുന്ന കുട്ടനാടൻ വിഭവങ്ങളുടെ കലവറയാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി ദേശീയപാതയിൽ മാമ്പുഴക്കരിയിലുള്ള രാജീവം റെസ്റ്റോറന്റ്. വൈവിധ്യമാർന്ന കായൽ മത്സ്യവിഭവങ്ങൾ, സ്വാദേറിയ സസ്യേതര വിഭവങ്ങൾ. രാജീവം റെസ്റ്റോറന്റ്, മാമ്പുഴക്കരി, കുട്ടനാട്. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് മാമ്പുഴക്കരി രാജീവൻ റെസ്റ്റോറൻറ്റിൻ്റെ എല്ലാവിധ ആശംസകളും.
ആധാരമെഴുത്താണ് ജോലി. ഈ റോഡ് സൈഡിൽ ഒന്നാങ്കര എന്ന സ്ഥലത്താണ് ആധാരമെഴുത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 57 വർഷമായി ഞാൻ ഈ തൊഴിൽ ചെയ്തു വരുന്നു. മൂലം വള്ളംകളിക്ക് ഈ വർഷത്തെ മൂലം ജലോത്സവത്തിന് എൻ്റെയും ഈ ഓഫീസ് സ്റ്റാഫിൻ്റെയും ഈ ഓഫീസിലെ എൻ്റെ തൊട്ടടുത്ത ചാർജുകാരനായ എൻ്റെ മരുമകൻ മാപ്പിളശ്ശേരിൽ ജിമ്മി ജേക്കബിൻ്റെയും പേരിൽ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. പച്ചപ്പരവതാനി വിരിച്ചതുപോലെയുള്ള കുട്ടനാടിൻ്റെ വിധാനത്തിലൂടെ ജലവിധാനത്തിലൂടെ 3ാമത്തെ ഹീറ്റ്സ് മത്സരവും ആരംഭിച്ചിരിക്കുന്നു. 2ാമത്തെ ട്രാക്കിലൂടെ 1ാം നമ്പർ മുദ്രയണിഞ്ഞ ആയാപറമ്പ് വലിയ ദിവാൻജി, ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബിലെ ജോസ് ആറാത്തുംപള്ളിയാണ് ഈ വള്ളത്തെ നയിക്കുന്നത്. 3ാമത്തെ ട്രാക്കിലൂടെ സെൻറ്റ് ജോർജ് ചുണ്ടൻ വള്ളം സമിതി സെബാസ്റ്റ്യൻ സേവ്യർ മണമേലാണ് ഈ വള്ളത്തെ നയിക്കുന്നത്. വലിയ ദിവാൻജി എന്ന് കേൾക്കുമ്പോൾ തന്നെ രാജമുദ്രകൾ പേറുന്ന ഒരു പേര് ശിരസിലണിയുന്ന ഒരു വള്ളം, ആ ചുണ്ടൻ വള്ളമാണ് ആയാപറമ്പ് വലിയ ദിവാൻജി. നദോന്നതയുടെ താളക്രമത്തിൽ വഞ്ചിപ്പാട്ട് പാടി തന്നെയാണ് വള്ളപ്പുരയിൽ നിന്ന് ഈ വള്ളം എല്ലാ മത്സര വള്ളംകളികൾക്കും പുറത്തേക്ക് ഇറങ്ങാറുള്ളത്. ഒരു കരയോഗത്തിന് സ്വന്തമായി, ഒരു സമുദായ കൂട്ടായ്മയ്ക്ക് സ്വന്തമായി മത്സര ചുണ്ടൻ ഉള്ളത് വലിയ ദിവാൻജി ബോട്ട് ക്ലബിന് മാത്രമാണ്. 1979 1981 നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ വലിയ ദിവാൻജി 2016 പുതിയ വള്ളമായി നീരണിഞ്ഞു. മത്സര വള്ളങ്ങളുടെ വിജയശില്പിയായി ഇന്നറിയപ്പെടുന്ന കോവിൽമുക്ക് ഉമാമഹേശ്വരൻ ആചാര്യാണ് ഇപ്പോൾ കാണുന്ന ഈ ചുണ്ടൻ വള്ളം നിർമ്മിച്ചിരിക്കുന്നത്. 53 കോൽ നീളവും 50 അങ്കുലം വണ്ണവുമുള്ള വലിയ ദിവാൻജി വള്ളം ഇക്കുറി വളരെ മെച്ചപ്പെട്ട പ്രകടനങ്ങളുമായാണ് തുടക്കം കുറിച്ചത്. ഒപ്പം തന്നെ നിൽക്കുന്നത് സെൻറ്റ് ജോർജ് വള്ളമാണ്. സെൻറ്റ് ജോർജ് വള്ളത്തെപ്പറ്റി പറയുമ്പോൾ പച്ച കരക്കാരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ സെൻറ്റ് ജോർജ് വള്ളം. ഓരോ കരകൾക്കും അവിടെ പ്രത്യേകമായ പേരുണ്ട്. പച്ച, തലവടി, അതുപോലെ നിരണം, ചതുർത്ഥ്യാകരി, അമിച്ചകരി, ഊരിക്കരി, മിത്രക്കരി, രാമങ്കരി, അങ്ങനെ കരകളും പച്ച എന്നുള്ള കരയുടെ സ്വന്തമായ ചുണ്ടൻ വള്ളം. 2014 പുതിയ വള്ളത്തിന് നിർമ്മാണം ആരംഭിച്ചത്. ചങ്ങങ്കരി വേണു ആചാരി എന്ന തച്ചുശാസ്ത്ര വിദ്വാൻ്റെ തച്ചുശാസ്ത്ര വിധിയിൽ 52 കോൽ നീളവും 53 അങ്കുലം വണ്ണവുമുള്ള ചുണ്ടനെ രൂപപ്പെടുത്തി 2014 നീറ്റിലിറക്കി നെട്ടയത്തിലേക്ക് മത്സരത്തിനെത്തിച്ചപ്പോൾ തുടർന്നുള്ള ധാരാളം പ്രാദേശിക മത്സര വള്ളംകളികളിൽ സെൻറ്റ് ജോർജ് തൻ്റെ സാന്നിധ്യം ഉറപ്പാക്കിയിട്ടുണ്ട്. ആയാപറമ്പ് വലിയ ദിവാൻജിയും സെൻറ്റ് ജോർജ് ചുണ്ടനും, പുത്തൻ ചുണ്ടൻ അന്നത്തെ പേര് ഇപ്പോഴും അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആയാപറമ്പ് വലിയ ദിവാൻജിയും സെൻറ്റ് ജോർജും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ കാണുന്നത്. കരകളിൽ നിന്ന് അവരുടെ ആരാധകർ, ഓരോ വള്ളങ്ങൾക്കും അവരുടെ കരക്കാർ ആരാധകരായി എത്താറുണ്ട്. മാന്യ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്ന, ഈ ട്രാക്കുകളിലേക്ക് ഇറങ്ങി വരുന്ന അവരുടെ ആരാധകർ, അവരുടെ കരക്കാർ. ഇങ്ങനെ ഒരു രീതി കുട്ടനാട്ടിലുണ്ട്. മത്സരം നടക്കുന്ന ട്രാക്കിലേക്ക് ഇറങ്ങുന്നത് ക്രമവിരുദ്ധമാണ്, നിയമപരമായി അനുകൂലിക്കുന്നില്ല എങ്കിൽ പോലും ഇവർക്ക് ആവേശം പകരുവാൻ കാണാം കൊച്ചു കറുത്ത മുത്തുകൾ പോലെ കാണുന്ന ആൾക്കാർ ഈ നട്ടയത്തിൻ്റെ പല ഭാഗത്തായി വന്ന് ആവേശക്കച്ചേരി ഉതിർക്കുകയാണ്. ഇപ്പോൾ സെൻറ്റ് ജോർജ് വള്ളത്തിനെ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഒരു പറ്റം ആൾക്കാർ നിൽക്കുമ്പോൾ കിഴക്കേക്കരയിൽ വലിയ ദിവാൻജിക്ക് ആവേശം പകരുന്നു. പക്ഷേ ഈ ആവേശങ്ങളെ എല്ലാം അതിജീവിച്ചുകൊണ്ട് വലിയ ദിവാൻജി ഈ 3ാമത്തെ ഹീറ്റ്സിൽ 1ാമതെത്തുകയും സെൻറ്റ് ജോർജ് ചുണ്ടൻ 2ാമതായി ഫിനിഷ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഈ ആകാശ കാഴ്ചയിൽ തന്നെ നമുക്ക് വ്യക്തമായി കാണാം വലിയ ദിവാൻജിയുടെ ഒരു മുന്നേറ്റം. ഏതാണ്ട് അര വള്ളത്തോളം മുന്നിൽ, വള്ളപ്പാടുകൾ എന്ന് പറയുമ്പോൾ ഒരു വള്ളത്തേക്കാൾ ദൂരം മുന്നിൽ എന്ന് വേണമെങ്കിൽ പറയാം. തുഴപ്പാട്, വള്ളപ്പാട് എന്നൊക്കെയാണ് ഈ ഇതിൻ്റെ ദൂരഗണനയ്ക്ക് വള്ളംകളി നിശ്ചയിക്കുന്ന വിധികർത്താക്കൾ കൽപ്പിച്ചു പോരുന്നത്. അങ്ങനെ 2ാമത്തെയും 3ാമത്തെയും ഹീറ്റ്സുകൾ പൂർത്തിയായി ഇന്നത്തെ ചുണ്ടൻ വള്ളംകളികളുടെ പ്രഥമപാദ മത്സരം പൂർത്തീകരിച്ച് വീണ്ടും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് വള്ളങ്ങൾ മടങ്ങിപ്പോവുകയാണ്. അടുത്ത ഫൈനൽ മത്സരങ്ങൾക്ക് പങ്കെടുക്കുവാൻ വേണ്ടി ഓരോ വള്ളങ്ങളും വീണ്ടും ഈ 1200 മീറ്ററോളം പിന്നിലേക്ക് തുഴഞ്ഞെത്തിയാണ് പ്രഥമ മത്സരങ്ങൾ പിന്നിട്ടിട്ടുള്ള വാശിയേറിയ ലൂസേഴ്സ് ഫൈനൽ മത്സരങ്ങൾക്ക് വേണ്ടിയും തയ്യാറെടുക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളുടെ പ്രഥമപാദ മത്സരത്തെ തുടർന്ന് വെപ്പ് ബി ഗ്രേഡ് വിഭാഗം വള്ളങ്ങളുടെ മത്സരമാണ് നടക്കാറുള്ളത്. ഇവിടെ നടക്കുന്ന മത്സരത്തിൽ പുന്നത്തറ പുരയ്ക്കൽ, PG കരിപ്പുഴ എന്ന് 2 വെപ്പ് വള്ളങ്ങളാണ്. ബി ഗ്രേഡ് വള്ളങ്ങൾ എന്ന് പറയുമ്പോൾ 25 മുതൽ 35 വരെ തുഴക്കാരും 3 അമരക്കാർ, ഈ വള്ളത്തെ ഗതി നിയന്ത്രിക്കുവാനായി 3 അമരക്കാർ പങ്കായം ചുഴറ്റി എറിഞ്ഞുകൊണ്ട് ചുണ്ടൻ വള്ളങ്ങളെ നിയന്ത്രിക്കുന്നത് പോലെ തന്നെയാണ് ഈ വെപ്പ് വള്ളങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടുവരുന്നത്. പരുന്തുപാലൻ വള്ളം എന്ന പേരുകൂടി ഈ വിശേഷണങ്ങളായി വെപ്പ് വള്ളങ്ങൾക്ക് പറയാറുണ്ട്. പരുന്തിൻ്റെ വാല് പോലെയുള്ള അണിയം,
അതുപോലെ തന്നെ ചുണ്ടൻ്റേതുപോലെ തന്നെ നേരിയ ഉയരം ഉള്ള അമരം. ഈ അമരത്തിലും ചുണ്ടനെ അലങ്കരിച്ചിരിക്കുന്നത് പോലെയുള്ള ചെറിയ നെറ്റിപ്പട്ടവും പട്ട് വിധാനങ്ങളുമൊക്കെ ഉണ്ടാവും. പക്ഷേ താരതമ്യേന ആളുകളുടെ എണ്ണം കുറവ്. ബി ഗ്രേഡ് വള്ളത്തിൽ 35 വരെയാണെങ്കിൽ എ ഗ്രേഡ് വെപ്പ് വള്ളത്തിൽ 60 പേർ വരെ പങ്കെടുക്കാറുണ്ട്. മുൻകാലങ്ങളിലുള്ള ഒരു ചരിത്രം വെപ്പ് കലവറ വള്ളങ്ങൾ എന്നുള്ള പേരിൽ ഇവരെ അറിയപ്പെട്ടിരുന്നു. രാജഭരണകാലത്ത് രാജഭടന്മാർ ഇരുട്ടുകുത്തി വള്ളങ്ങളിലും ചുണ്ടൻ വള്ളങ്ങളിലുമൊക്കെ ജലവിധാനങ്ങളിലൂടെ പോരിനു വേണ്ടി പായുമ്പോൾ അവർക്ക് അകമ്പടി സേവിക്കുവാനുള്ള കലവറ വള്ളങ്ങളായി അവർക്കുള്ള വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് ആഹാരം അതുപോലെ തന്നെയുള്ള വിഭവങ്ങൾ, ആയുധ വിഭവങ്ങൾ, ശേഷിയിലുള്ള സാമഗ്രികളുമൊക്കെ ശേഖരിക്കുന്ന വള്ളം എന്നുള്ള താരതമ്യേന വിസ്താരമുള്ള ഒരു വള്ളം, അങ്ങനെ ഒരു പേരിലായിരുന്നു ഈ വെപ്പ് വള്ളങ്ങളെ വിശേഷിപ്പിച്ചു പോരുന്നത്. ഇവിടെ പുന്നത്തറ പുരയ്ക്കലും PG കരിപ്പുഴയും തമ്മിലുള്ള വളരെ ആവേശകരം എന്ന് പറയാനുള്ള ഒരു പ്രകടനം അവർ കാഴ്ചവെക്കുന്നില്ല എങ്കിൽ പോലും BBC വൈശ്യംഭാഗം ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന പുന്നത്തറ പുരയ്ക്കൽ വളരെ വ്യക്തമായ ഒരു മുന്നേറ്റം തന്നെ കൈവരിച്ചിട്ടുണ്ട്. ഇതൊരു പ്രദർശന മത്സരം എന്നാണ് അവർ സൂചിപ്പിച്ചിരുന്നത്. പാലത്തിൻ്റെ അടിയിൽ കൂടി കടന്നു പോകുമ്പോൾ പോലും വളരെ ലളിതമായ ഒരു ശൈലിയാണ്, അയത്ന ലളിതമായ ഒരു ശൈലി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തുഴഞ്ഞ് വളരെ ഭംഗിയായി മുമ്പോട്ട് പോകുമ്പോഴും ഫ്ലൂറസൻ്റ് നിറത്തിലുള്ള ജേഴ്സിയൊക്കെ അണിഞ്ഞ് എവിടെ നിന്ന് പോലും കാണുവാൻ കഴിയുന്ന രീതിയിൽ പാലത്തിൻ്റെ ചുവട്ടിൽ പോലും കാത്തു നിൽക്കുന്ന വെള്ളത്തിൽ, ആ തണുപ്പേറെയുള്ള വെള്ളത്തിൽ ഈ കുറി ചമ്പക്കുളം മൂലം വള്ളങ്ങളിൽ നടക്കുമ്പോൾ കനത്ത മഴയായിരുന്നു. ആ മഴയുടെ ഒരു സമ്പന്നതയാണ് ഈ കാണുന്ന ജലവിധാനത്തിൻ്റെ ഉയർച്ച. ആ ഉയർച്ചയിൽ കൂടി 20 മീറ്ററോളം തന്നെ ആഴമുള്ള ഒരു കയത്തിലൂടെയാണ് ഈ വള്ളങ്ങളൊക്കെ മത്സരത്തിൽ കടന്നു വരുന്നത്. ഈ മത്സരങ്ങൾക്കെല്ലാം തന്നെ അകമ്പടിയായി ബോട്ട് ക്ലബ്ബുകളുടെ വകയായുള്ള ബോട്ടുകളും അവർക്ക് ഒരു സുരക്ഷ ഒരുക്കിക്കൊണ്ട് ഇരു ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കാറുണ്ട്. ഒപ്പം തന്നെ ഫയർഫോഴ്സിൻ്റെ ടഗ്ഗുകൾ പുറകിലുണ്ട്. ഈ സുരക്ഷ ഒരുക്കിക്കൊണ്ടു തന്നെയുള്ള ഒരു മത്സര രീതിയാണ് ഇവിടെ സംഘടിപ്പിക്കാറുള്ളത്. ഈ 2 വള്ളങ്ങൾ PG കരിപ്പുഴയും പുന്നത്തറ പുരയ്ക്കലും ഫിനിഷിംഗ് പോയിന്റിലെത്തിക്കഴിയുമ്പോൾ ഇക്കുറിയുള്ള പ്രദർശന മത്സരങ്ങളും ഹീറ്റ്സ് മത്സരങ്ങളും അവസാനിക്കുകയാണ്. ഇരു കരകളിലും കൂടി നിൽക്കുന്ന ജനതതി വർണ്ണ പൂക്കൾ അണിഞ്ഞ ഒരു പട്ടുപാവാട പോലെയാണ്, ഇരുവശത്തും പട്ട് ശീലകൾ പോലെയാണ് കെട്ടി ഒരുക്കിയിരിക്കുന്നത്. പച്ചപ്പിൻ്റെ ഹരിതാഭമായ പച്ചപ്പിൻ്റെ ഉയരെ മേളിൽ ആ നീലാകാശം ഇത്ര കമനീയമായ ഒരു ദൃശ്യമാണ് നമുക്ക് നൽകുന്നത്. വളരെ കമനീയമായ കേരളത്തിൻ്റെ എല്ലാ വശ്യതയും ഒരുക്കിക്കൊണ്ടുള്ള കുട്ടനാടിൻ്റെ എല്ലാ ഭംഗിയും ഉള്ള ഒരു പ്രദേശത്താണ്, ഒരു നെട്ടയത്തിലാണ് ഈ മത്സരങ്ങളൊക്കെ നടക്കുന്നത്. കെട്ടിലും പെട്ടിലും ഭംഗിയാക്കുവാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വള്ളംകളി മത്സരം. ഇക്കുറി 6 ജലരാജാക്കന്മാരാണ് മത്സരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ ഹാട്രിക് ജേതാവ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അടക്കം ഇക്കുറി മത്സരത്തിൽ പങ്കെടുക്കുന്നു. വളരെ ഭംഗിയായുള്ള ക്രമീകരണങ്ങളാണ് മത്സരത്തിലുടനീളം നടന്നു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ സാംസ്കാരിക ഘോഷയാത്ര, വഞ്ചിപ്പാട്ട്, രാജപൊങ്കൽ ട്രോഫിയും വഹിച്ചുള്ള വിളംബര ഘോഷയാത്ര എന്നീ പരിപാടികൾ കൂടിയാണ് ഇക്കുറി വള്ളംകളി കൊണ്ടാടുന്നത്. വളരെ ഭംഗിയാക്കുവാനുള്ള പരിശ്രമത്തിൻ്റെ സംഘാടന ഭാഗത്ത് നടത്തുന്നു. അതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട്. സബ് കളക്ടർ ചെയർമാനായും കുട്ടനാട് താലൂക്ക് തഹസിൽദാർ കൺവീനറുമായും ഉള്ള ഒരു കമ്മിറ്റിയാണിത്. ഇതിന് പല സബ് കമ്മിറ്റികളുണ്ട്. റേസ് കമ്മിറ്റിയുണ്ട്, പബ്ലിസിറ്റി കമ്മിറ്റിയുണ്ട്, സാംസ്കാരിക കമ്മിറ്റിയുണ്ട്, സോവനീർ കമ്മിറ്റിയുണ്ട്, പല കമ്മിറ്റികളുണ്ട്. ഒരു 10-25 ലക്ഷം രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ചിലവ് വരുന്ന ഒരു കളിയാണ് ഇന്ന് ഈ ചമ്പക്കുളത്താറ്റിൽ നടക്കുന്നത്. ഇതിന് പണം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ഒരു കഷ്ടപ്പെട്ട ജോലിയാണ്, ഒരു ദുരിതമാണ്. നാട്ടുകാരുടെ സഹായത്തോടു കൂടി മാത്രം നടക്കുന്ന ഒരു കളിയാണ്. സാമ്പത്തികമായി വീടുകൾ കയറിയിറങ്ങിയാണ് സംഘാടകർ പണം കളക്ട് ചെയ്യുന്നത്. ഇന്നിവിടെ 6 ചുണ്ടൻ വള്ളങ്ങളാണ് തല ഉയർത്തി നിൽക്കുന്നത്. ഈ 6 ചുണ്ടൻ വള്ളങ്ങളും CBL മത്സരത്തിൽ ഏറ്റവും ശക്തരായ 6 ചുണ്ടൻ വള്ളങ്ങളാണ്. ചെറുവള്ളങ്ങൾ വന്ന് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ആറ്റിൽ മൂലം ജലോത്സവത്തിന് 21 വള്ളങ്ങൾ വരെ വന്ന് മത്സരിച്ചിട്ടുണ്ട്. ആ സ്ഥാനത്താണ് ഇന്ന് ചമ്പക്കുളത്താറ്റിൽ 6 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്നത്. 2 ചെറുവള്ളങ്ങൾ മാത്രം, B ഗ്രേഡ് വെപ്പ് ഓടിവള്ളങ്ങൾ മാത്രം. നമ്മൾ ഓർത്ത് നോക്കണം, ഇത് അന്യം നിന്ന് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഗവൺമെൻറ് ഇതിനൊരു ധനസഹായം തരാതിരുന്നാൽ ഇത് നിന്നു പോകുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. പ്രകൃതി മനോഹരമായ കുട്ടനാടിന്റെ വിശാലമായ പാടശേഖരത്തിന് നടുവിലായി ഏറെ രുചികരവും വിഭവസമൃദ്ധവുമായ ഭക്ഷണത്തിന്റെ അക്ഷയപാത്രമാണ് സലിം ഗരുഡാഗിരിയുടെ ചുമതലയിൽ കിടങ്ങറ നീരേറ്റുപുറം പാതയിൽ മുട്ടാറിന് സമീപം പ്രവർത്തിച്ചു വരുന്ന ഗരുഡാഗിരി ഫാമിലി റെസ്റ്റോറൻറ്റ്.
പതിറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിന്റെ രുചിക്കൂട്ടുകൾ അനുഭവിച്ചറിയാൻ ദൂരദേശത്തു നിന്ന് പോലും നിരവധി പേരാണ് കുടുംബസമേതം ഇവിടം തേടിയെത്തുന്നത്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും മനസ്സിനെ ആകർഷിക്കുന്ന കുട്ടനാടിന്റെ പ്രകൃതി സൗന്ദര്യവും ഹൃദ്യമായ പരിചരണവും ഗരുഡാഗിരി ഫാമിലി റെസ്റ്റോറന്റിന്റെ പ്രത്യേകതയാണ്. വരൂ, അനുഭവിച്ചറിയൂ കുട്ടനാടിന്റെ തനതു രുചികൂട്ടുകൾ ഗരുഡാഗിരിയുടെ വിഭവങ്ങളിലൂടെ. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് എൻ്റെയും എൻ്റെ സ്ഥാപനമായ ഗരുഡാഗിരി റെസ്റ്റോറൻ്റെയും പേരിൽ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. രാജീവം റെസ്റ്റോറന്റ് രുചിയേറുന്ന കുട്ടനാടൻ വിഭവങ്ങളുടെ കലവറയാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി ദേശീയപാതയിൽ മാമ്പുഴക്കരിയിലുള്ള രാജീവം റെസ്റ്റോറന്റ്. വൈവിധ്യമാർന്ന കായൽ മത്സ്യവിഭവങ്ങൾ, സ്വാദേറിയ സസ്യേതര വിഭവങ്ങൾ. രാജീവം റെസ്റ്റോറന്റ്, മാമ്പുഴക്കരി, കുട്ടനാട്. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് മാമ്പഴക്കരി രാജീവൻ റെസ്റ്റോറൻറ്റിൻ്റെ എല്ലാവിധ ആശംസകളും. ആധാരമെഴുത്താണ് ജോലി. ഈ റോഡ് സൈഡിൽ ഒന്നാങ്കരി എന്ന സ്ഥലത്താണ് ആധാരമെഴുത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 57 വർഷമായി ഞാൻ ഈ തൊഴിൽ ചെയ്തു വരുന്നു. മൂലം വള്ളംകളിക്ക് ഈ വർഷത്തെ മൂലം ജലോത്സവത്തിന് എൻ്റെയും ഈ ഓഫീസ് സ്റ്റാഫിൻ്റെയും ഈ ഓഫീസിലെ എൻ്റെ തൊട്ടടുത്ത ചാർജുകാരനായ എൻ്റെ മരുമകൻ മാപ്പിളശ്ശേരിൽ ജിമ്മി ജേക്കബിൻ്റെയും പേരിൽ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. 2024 ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ ചെറിയ വിഭാഗം വള്ളങ്ങളുടെ മത്സരത്തിൽ ഇക്കുറി 2 വെപ്പ് വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. വെപ്പ് ബി ഗ്രേഡ് വിഭാഗം വള്ളങ്ങൾ 25 മുതൽ 35 വരെ ജലകായിക താരങ്ങൾ പങ്കെടുക്കുന്ന ബി ഗ്രേഡ് വിഭാഗം. ആദ്യത്തെ മത്സരം പ്രദർശനമായി സംഘടിപ്പിച്ചിരുന്നുവെങ്കിൽ ഇത് വാശിയേറിയ മത്സരമാണ്. ഇത് പുരസ്കാരങ്ങളുള്ളതാണ്, സമ്മാനത്തുകയുള്ളതാണ്, അംഗീകാരമുള്ളതാണ്, ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന മത്സരമാണ്. PG കരിപ്പുഴ 1ാമത്തെ ട്രാക്കിലൂടെയും പുന്നത്ര പുരയ്ക്കൽ 2ാമത്തെ ട്രാക്കിലൂടെയും കടന്നു വരികയാണ്. ഈ മത്സരത്തിൽ വളരെ കൃത്യമായ ഒരു സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ പുരസ്കാരത്തിന് അല്ലെങ്കിൽ സമ്മാനങ്ങൾക്ക് നിശ്ചയിക്കപ്പെടുകയുള്ളൂ. ബിനു ജോൺ നയിക്കുന്ന മഹാത്മാ മേൽപ്പാടം ബോട്ട് ക്ലബിൻ്റെ PG കരിപ്പുഴയും ലൈജു എസ് നയിക്കുന്ന VBC വൈശ്യംഭാഗം ബോട്ട് ക്ലബിൻ്റെ പുന്നത്ര പുരയ്ക്കലും ഇവയൊക്കെ വളരെ പേര് കേട്ടിട്ടുള്ള വള്ളങ്ങളാണ്. പുന്നത്ര പുരയ്ക്കലുമൊക്കെ നിരവധി മത്സരങ്ങളിൽ താഴത്തങ്ങാടിയിലും കുമരകത്തും നെഹ്റു ട്രോഫിയിലും ചമ്പക്കുളത്തും ഒക്കെ തന്നെ പേര് കേട്ട വള്ളങ്ങളാണ്. ചമ്പക്കുളം പാലം 2 കരകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ആ പാലത്തിൻ്റെ ചുവട്ടിലൂടെ പുമ്പാ നദിയുടെ ചമ്പക്കുളത്താറിൻ്റെ ആ കൈവഴി ഭാഗത്തെ തരണം ചെയ്തുകൊണ്ട് ആ പാലത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ആവേശം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ 2 വള്ളങ്ങളും കടന്നു വരുന്നത്. അപ്പോൾ ബി ഗ്രേഡ് വിഭാഗത്തിൽ വളരെ വ്യക്തമായ ഒരു മുന്നേറ്റം PG കരിപ്പുഴ കൈവരിച്ചിട്ടുണ്ട്. തൊട്ടു പിന്നാലെ തന്നെ കടന്നു വരുന്നു പുന്നത്ര പുരയ്ക്കലും PG കരിപ്പുഴയും തമ്മിലൊരു വാശിയേറിയ ഒരു മത്സരം എന്ന് പറയാൻ ഇപ്പോഴും നമുക്ക് ആ മത്സരത്തിൻ്റെ ഒരു വീറ് അവിടെ കാണുന്നില്ല എങ്കിലും അവർ തുഴഞ്ഞു വരികയാണ്. 1ാമത്തെ ട്രാക്കിലൂടെ PG കരിപ്പുഴയും 2ാമത്തെ ട്രാക്കിലൂടെ പുന്നത്ര പുരയ്ക്കലും തെക്കോട്ട് കടന്നു വരികയാണ്. ചുണ്ടൻ വള്ളങ്ങൾ തുഴയുന്ന അത്രയും ദൂരം തന്നെ ചെറുവള്ളങ്ങൾക്കും തുഴഞ്ഞ് എത്തേണ്ടതുണ്ട്. ഈ ട്രാക്കുകളുടെ നീളം ഒന്നായി തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളുടെ ചലച്ചിത്ര ഗാനങ്ങളിലും ഒക്കെ പറയുന്ന പോലെ ചമ്പക്കുളം പള്ളിക്ക് വള്ളംകളി പെരുന്നാൾ എന്ന് പറയുന്നത് പോലെ അമ്പലപ്പുഴയിൽ നിന്നൊരു ചുറ്റുവിളക്ക്, ഇങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. കരുമാടിക്കൊട്ടൻ എന്ന പനിനീർ കാവടിയാട്ടം, കാവിലമ്മയ്ക്ക് ഇന്ന് ഗരുഡൻ തൂക്കം എന്നൊക്കെ കുട്ടനാട്ടുകാർ പറയുന്നത് പോലെ ഓരോ വള്ളംകളി നടക്കുമ്പോഴും കരകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങേ അറ്റത്തെ ആവേശമാണ്. PG കരിപ്പുഴയ്ക്കും പുന്നത്ര പുരയ്ക്കലിനും തമ്മിൽ ഒരു നിശ്ചിതമായ ഒരു വള്ളപ്പാട് അകലം തന്നെ പാലിച്ചുകൊണ്ടാണ് ഇക്കുറി ഈ വെപ്പ് ബി ഗ്രേഡ് ഫൈനൽ മത്സരം നടക്കുന്നത്. ആവേശം കൂടുതൽ ഉയർത്തുവാൻ വേണ്ടി കരയിൽ നിന്ന് അവരുടെയൊക്കെ കരക്കാർ വള്ളംകളി സമിതികളൊക്കെ ഈ നട്ടയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഒന്നിച്ചൊന്നായി വരാൻ കഴിയാതെ പിന്നിലായി തുഴഞ്ഞു വരുന്ന ഒരു ശൈലിയാണ് ഇക്കുറി കാണുന്നത്. മുൻപിൽ നിൽക്കുന്നത് പുന്നത്ര പുരയ്ക്കൽ തന്നെയാണെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ഒരു മിനിറ്റിൽ നിശ്ചിതമായ ഒരു തുഴക്രമങ്ങൾ വീഴുമെങ്കിൽ ഇതൊരു 60 തുഴകൾ പോലും ഈ ഒരു ഒറ്റ ലാപ്പിൽ വീഴുന്നില്ല. 40 മുതൽ 50 വരെ മാത്രമേ വീഴുന്നുള്ളൂ. സാധാരണ ചുണ്ടൻ വള്ളം
ഒരു മിനിറ്റിൽ 70 മുതൽ 80 വരെ തുഴകൾ ജലത്തിലേക്ക് വീഴുമ്പോൾ ഈ തരത്തിൽ വെപ്പ് വള്ളങ്ങളിലൊക്കെ തന്നെ ഒരു 30-40 പരമാവധി 50 തുഴകൾ മാത്രമേ ഒരു മിനിറ്റിൽ താഴേക്ക് വീഴുന്നുള്ളൂ. ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരുമ്പോൾ പുന്നത്ര പുരക്കൽ ഇക്കുറി വ്യക്തമായ ഒരു മുന്നേറ്റം കൈവരിച്ചുകൊണ്ട് ചമ്പക്കുളം മൂലം വള്ളംകളിയിലെ ബി ഗ്രേഡ് ഫൈനൽ വിഭാഗത്തിൽ 1ാം സ്ഥാനവും തൊട്ട് പിന്നിൽ PG കരിപ്പുഴ 2ാം സ്ഥാനവുമായി ഫിനിഷ് ചെയ്യുകയാണ്. ഈ മത്സര വള്ളംകളികളൊക്കെ നടക്കുമ്പോൾ വള്ളങ്ങൾ യാദൃശ്ചികമായി മറിയുന്ന ഒരു രീതി ഉണ്ടാകാറുണ്ട്. പക്ഷേ അപ്പോൾ വളരെ കൃത്യമായി ജാഗരൂകരായി നിൽക്കുന്ന രക്ഷാപ്രവർത്തകർ, ഫയർഫോഴ്സുകാർ, പോലീസ്, ബോട്ട് ക്ലബ്ബുകൾ, കരക്കാർ ഒക്കെ ഓടിയെടുത്ത് ഇവരെയൊക്കെ രക്ഷിക്കുന്ന ഒരു രീതിയുമുണ്ട്. PG കരിപ്പുഴ വള്ളം യാദൃശ്ചികമായി മറിഞ്ഞപ്പോൾ കൃത്യമായി നമ്മളുടെ അഗ്നിരക്ഷാസേന രക്ഷാപ്രവർത്തകർ അവിടെ ഫ്ലോട്ടിംഗ് ബോട്ടുകളിലെത്തി അവരെ രക്ഷപ്പെടുത്തുന്നു. ഇവരൊക്കെ തന്നെ നല്ല പരിചയസമ്പന്നരായ കായിക താരങ്ങളാണ്, നീന്തൽ താരങ്ങളാണ്, കുട്ടനാട്ടിൽ ജനിച്ചു വളർന്നവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ സ്വാഭാവികം എന്നവർ പറയുമ്പോഴും സംഘാടക സമിതിയുടെ ഒരു ജാഗ്രത ഈ അപകടങ്ങൾ നടക്കുമ്പോൾ വളരെ കൃത്യമായി പാലിക്കപ്പെടാറുണ്ട്. അങ്ങനെ ഫയർഫോഴ്സും പോലീസും ബോട്ട് രക്ഷാപ്രവർത്തകരും ഒക്കെ എത്തിച്ചേർന്ന് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായ അവസ്ഥയുണ്ടെങ്കിൽ അവരെ രക്ഷിച്ച് കരയിലേക്ക് എത്തുവാൻ വേണ്ടി ഇരുവശത്തു നിന്നും ഫയർഫോഴ്സ് ബോട്ടുകളും പോലീസ് ബോട്ടുകളും വള്ളംകളി ക്ലബ്ബുകളുടെ വള്ളങ്ങളും ഒക്കെ പെട്ടെന്ന് കുതിച്ച് അവിടേക്ക് എത്തുന്ന ഒരു രക്ഷാപ്രവർത്തന ശൈലിയും ജലോത്സവങ്ങളിൽ പതിവാണ്. ചമ്പക്കുളം മൂലം വള്ളംകളിയിലെ ഏറ്റവും ആകർഷകമായ ഭാഗമാണ് മാന്യപ്രേക്ഷകരുടെ മുമ്പിലേക്ക് വരുന്നത്. എത്ര മനോഹരമായ ചാരുതയാർന്ന നീലാകാശത്തിന് താഴെ വെള്ളിക്കശവ് കവണി വിരിച്ചതുപോലെ ചമ്പക്കുളത്താറ്, അതിന് അലുക്കുകൾ തീർത്തതുപോലെ പച്ചപ്പരവതാനിക്ക് നടുക്കൂടെയുള്ള ഒരു കശവ് കര പോലെയാണ് ചമ്പക്കുളത്താറ് നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇനി കാണാൻ പോകുന്നത് ഈ വർഷത്തെ ഏറ്റവും വാശിയേറിയ മത്സരങ്ങളിൽ ലൂസേഴ്സ് ഫൈനലും രാജപ്രമുഖൻ ട്രോഫി ആരാണ് അതിന് ഇക്കുറി അർഹനാകുന്നതെന്നുള്ള ഫൈനൽ മത്സരങ്ങളുമാണ് നടക്കാൻ പോകുന്നത്. ലൂസേഴ്സ് ഫൈനലിൽ 3 ട്രാക്കുകളിലായി ഈ മത്സരത്തിൻ്റെ തെരഞ്ഞെടുപ്പ് 3ാം ഹീറ്റ്സിൽ 2ാമനായി വന്ന സെൻറ്റ് ജോർജ്, 1ാം ഹീറ്റ്സിൽ 2ാമനായി വന്ന ആയാപറമ്പ് പാണ്ടി, 2ാം ഹീറ്റ്സിൽ 2ാമനായി വന്ന ചെറുതന, അങ്ങനെ 2ാമന്മാരുടെ ഒരു 1ാമനാകാനുള്ള മത്സരം നടക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ 2ാം സ്ഥാനക്കാരനായ ചെറുതന ചുണ്ടൻ, കഴിഞ്ഞ 2023 ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ചെറുതന ചുണ്ടനെ പറ്റി നമ്മൾ മുൻപ് സൂചിപ്പിക്കുകയുണ്ടായി. ചെറുതന ചുണ്ടൻ്റെ ചരിത്രം ഒട്ടും ചെറുതല്ലാത്ത ചരിത്രമുള്ള ചെറുതന ചുണ്ടനും 3 തലമുറകളുടെ ചരിത്രം പേറുന്ന ചെറുതന ചുണ്ടൻ 2021 ആഗസ്റ്റ് 21 ഇപ്പോൾ നെട്ടായത്തിൽ ഇറങ്ങിയിരിക്കുന്ന ചെറുതന ചുണ്ടൻ മത്സരത്തിനായി തയ്യാറായത്. സെൻറ്റ് ജോർജ് പച്ച കരക്കാരുടെ ചുണ്ടനാണ്. 2014 പുതിയ വള്ളത്തിന് നിർമ്മാണം ആരംഭിച്ച് രൂപം കൊണ്ട സെൻറ്റ് ജോർജ് ചുണ്ടനും ഒരു ദേശത്തിൻ്റെ മുഴുവൻ ഖ്യാതി പേറുന്ന ആയാപറമ്പ് പാണ്ടിയും, 2 കരകളുടെ പേര് ആയാപറമ്പും പാണ്ടിയും, 2 കരകൾ. പമ്പയുടെ തീരത്ത് വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ ഒരു ചാലുണ്ടായി, ആ ചാല് 2 ദേശങ്ങളെ 2 കരകളാക്കി മാറ്റിയെന്ന് സൂചിപ്പിച്ചല്ലോ. അങ്ങനെ വളരെ വാശിയേറിയ ഒരു മത്സരമാണ്. സെൻറ്റ് ജോർജ്, ആയാപറമ്പ് പാണ്ടി, ചെറുതന 3 ട്രാക്കുകളിലൂടെ കടന്നു വരികയാണ്. കഴിഞ്ഞ വർഷത്തെ ജേതാവിനെ പിന്നിലാക്കും എന്ന തീരുമാനം എടുത്തുകൊണ്ട് തന്നെ സെൻറ്റ് ജോർജ് വളരെ മുന്നേറ്റം കൈവരിച്ചിരിക്കുന്നു. ആയാപറമ്പ് പാണ്ടിയും പാലത്തിൻ്റെ താഴേക്കൂടെ കടന്നു വരുമ്പോൾ ആയാപറമ്പ് പാണ്ടിയാണ് അല്പം മേൽക്കോയ്മ കൈവരിച്ചിരിക്കുന്നതെന്ന് തോന്നും. എന്നാൽ വാശിയേറിയ മത്സരത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഇത്. വളരെ നിയതമായ ഒരു മിനിറ്റിൽ 80ഓളം തുഴകൾ വീഴുന്ന രീതിയിലുള്ള കറക്കി കുത്തിയുള്ള ഈ നെട്ടായത്തിനെ കീറി മുറിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ മത്സരത്തിൽ സെൻറ്റ് ജോർജ് ചുണ്ടനെ നയിക്കുന്നത് സെബാസ്റ്റ്യൻ സേവ്യർ മണമേൽ സെൻറ്റ് ജോർജ് ചുണ്ടൻ വള്ള സമിതിയാണ്. സെൻറ്റ് ജോർജ് ചുണ്ടനെ നയിക്കുന്നത് ആയാപറമ്പ് പാണ്ടി ചുണ്ടനെ നയിക്കുന്നത് ജോസ് ആറാത്തുംപള്ളി ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബാണ്. ചെറുതന ചുണ്ടനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് KC സോളി വർഗീസ് ജീസസ് ബോട്ട് ക്ലബ്ബാണ്. ഈ 3 ചുണ്ടൻ വള്ളങ്ങളും ഒന്നിച്ചൊന്നായി കടന്നു വരുന്ന ഒരു രീതി ഉണ്ട് എങ്കിൽ പോലും ഈ മത്സരത്തിൻ്റെ ആവേശം ഒട്ടും കുറയുന്നില്ല. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെൻറ്റ് ജോർജ് ചുണ്ടനും ആയാപറമ്പ് പാണ്ടിയും തമ്മിലുള്ള വളരെ വ്യക്തമായൊരു മത്സരമാണ്. അങ്ങനെ ആവേശത്തിൽ ഒരു മിനിറ്റിൽ എത്ര തുഴകൾ വീഴുന്നുവെന്ന് കാണാൻ, വെള്ളപ്പെരുക്കം കണ്ടാൽ അറിയാം. ജലത്തുള്ളികളെ കോരി എറിഞ്ഞുകൊണ്ടുള്ള പമ്പയാറിൻ്റെ പെരുമാറിലൂടെ ചമ്പക്കുളത്താറ്റിനെ കീറി മുറിച്ചുകൊണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വളരെ ആവേശത്തോടുകൂടി ആ കറക്കിക്കുത്ത് കണ്ടില്ലേ, ചിറക് വിരിച്ച് താഴേക്ക് കടക്കുന്നത് പോലെയാണ് ആ അടനയമ്പുകൾ
വള്ളത്തിലേക്ക് കുത്തിയെറിയുന്നത്. പുറകിൽ നിൽക്കുന്ന ഓരോ പങ്കായക്കുത്തിലും വള്ളം തുഴപ്പാടുകൾ മുന്നിലേക്ക് കുതിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ആയാപറമ്പ് പാണ്ടിയും ചെറുതനയും സെൻറ്റ് ജോർജും തമ്മിലുള്ള മത്സരത്തിൽ സെൻറ്റ് ജോർജാണ് ഒന്നാമതായി ഇപ്പോൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ലൂസേഴ്സ് ഫൈനലിൽ കഴിഞ്ഞ 2023 രണ്ടാം സ്ഥാനക്കാരെ ഏറെ പിന്തള്ളിക്കൊണ്ട് സെൻറ്റ് ജോർജ് ഒന്നാം സ്ഥാനത്തും ആയാപറമ്പ് പാണ്ടി രണ്ടാമതും ചെറുതന പുത്തൻചുണ്ടൻ മൂന്നാമതായി ഫിനിഷ് ചെയ്യുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഒരു ആകാശ കാഴ്ചയിലൂടെ നമുക്ക് കാണാം എന്തൊരു മുന്നേറ്റമായിരുന്നു കണ്ടത്. ഇപ്പോൾ പിന്നാലെ മൂന്നാമത്തെ ഹിറ്റ്സിലൂടെ കടന്നു വരുന്നത് ചെറുതന ചുണ്ടനാണ്. ചെറുതനയും ഒട്ടും എന്തോ തുടക്കത്തിൽ അവർക്കൊരു പിഴവ് സംഭവിച്ചിരിക്കുക, അവർ സ്റ്റാർട്ട് മോശമായിരിക്കുക. അതല്ലെങ്കിൽ ഈ തുഴച്ചിൽ ഒട്ടും മോശമായ തുഴച്ചിലല്ല, വളരെ കൃത്യമായ തുഴച്ചിലാണ്. വെള്ളത്തുള്ളികളെ കുത്തിയെറിഞ്ഞുകൊണ്ടുള്ള ജലച്ചെറുകൾ വെച്ച് ചുണ്ടൻ ചീറിപ്പാഞ്ഞ് മുന്നേക്ക് കടന്നു വരുന്നു എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ വളരെ നയനമനോഹരമാക്കിക്കൊണ്ട് ആ സന്ധ്യ മയങ്ങുന്നത് പോലെ കാർമേഘക്കോളിൻ്റെ താഴെ നിൽക്കുന്ന നെട്ടയത്തെ ഇടയ്ക്കിടയ്ക്ക് വെള്ളിപ്പളുങ്ക് മാലകൾ കൊരുത്തെറിയുന്നത് പോലെ, വെള്ളിമുത്തുകൾ എറിയുന്നത് പോലെ എറിഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ ലൂസേഴ്സ് ഫൈനൽ അവസാനിക്കുന്നത്. ഇന്ന് സെൻറ്റ് ജോർജ് ഒന്നാമതായും ആയാപറമ്പ് രണ്ടാമതായും ചെറുതന മൂന്നാമതായുമാണ് ഇത്തവണ ചെണ്ടൻ്റെ ലൂസേഴ്സ് ഫൈനൽ അവസാനിച്ചിരിക്കുന്നത്. പ്രകൃതി മനോഹരമായ കുട്ടനാടിന്റെ വിശാലമായ പാടശേഖരത്തിന് നടുവിലായി ഏറെ രുചികരവും വിഭവസമൃദ്ധവുമായ ഭക്ഷണത്തിന്റെ അക്ഷയപാത്രമാണ് സലിം ഗരുഡാഗിരിയുടെ ചുമതലയിൽ കിടങ്ങറ നീരേറ്റുപുറം പാതയിൽ മുട്ടാറിന് സമീപം പ്രവർത്തിച്ചു വരുന്ന ഗരുഡാഗിരി ഫാമിലി റെസ്റ്റോറന്റ്. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിന്റെ രുചിക്കൂട്ടുകൾ അനുഭവിച്ചറിയാൻ ദൂരദേശത്തു നിന്ന് പോലും നിരവധി പേരാണ് കുടുംബസമേതം ഇവിടം തേടിയെത്തുന്നത്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും മനസ്സിനെ ആകർഷിക്കുന്ന കുട്ടനാടിന്റെ പ്രകൃതി സൗന്ദര്യവും ഹൃദ്യമായ പരിചരണവും ഗരുഡാഗിരി ഫാമിലി റെസ്റ്റോറന്റിന്റെ പ്രത്യേകതയാണ്. വരൂ, അനുഭവിച്ചറിയൂ കുട്ടനാടിന്റെ തനതു രുചികൂട്ടുകൾ ഗരുഡാഗിരിയുടെ വിഭവങ്ങളിലൂടെ. ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് എൻ്റെയും എൻ്റെ സ്ഥാപനമായ ഗരുഡാഗിരി റെസ്റ്റോറന്റിന്റെയും പേരിൽ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. രാജീവം റെസ്റ്റോറന്റ് രുചിയേറുന്ന കുട്ടനാടൻ വിഭവങ്ങളുടെ കലവറയാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി ദേശീയപാതയിൽ മാമ്പുഴക്കരിയിലുള്ള രാജീവം റെസ്റ്റോറന്റ്. വൈവിധ്യമാർന്ന കായൽ മത്സ്യവിഭവങ്ങൾ, സ്വാദേറിയ സസ്യേതര വിഭവങ്ങൾ. രാജീവം റെസ്റ്റോറന്റ്, മാമ്പുഴക്കരി, കുട്ടനാട്. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് മാമ്പഴക്കരി രാജീവൻ റെസ്റ്റോറൻറ്റിൻ്റെ എല്ലാവിധ ആശംസകളും. ആധാരമെഴുത്താണ് ജോലി. ഈ റോഡ് സൈഡിൽ ഒന്നാങ്കരി എന്ന സ്ഥലത്താണ് ആധാരമെഴുത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 57 വർഷമായി ഞാൻ ഈ തൊഴിൽ ചെയ്തു വരുന്നു. മൂലം വള്ളംകളിക്ക് ഈ വർഷത്തെ മൂലം ജലോത്സവത്തിന് എൻ്റെയും ഈ ഓഫീസ് സ്റ്റാഫിൻ്റെയും ഈ ഓഫീസിലെ എൻ്റെ തൊട്ടടുത്ത ചാർജുകാരനായ എൻ്റെ മരുമകൻ മാപ്പിളശ്ശേരിൽ ജിമ്മി ജേക്കബിൻ്റെയും പേരിൽ എല്ലാ ആശംസകളും അർപ്പിക്കുന്നു. 2024 അത്യാവേശകരമായ ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ ഫൈനൽ മത്സരത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. കഴിഞ്ഞ മത്സരങ്ങളിൽ മൂന്നാമത്തെ ഹീറ്റ്സിലെ ഒന്നാമൻ, രണ്ടാമത്തെ ഹീറ്റ്സിലെ ഒന്നാമൻ, ഒന്നാമത്തെ ഹീറ്റ്സിലെ ഒന്നാമൻ, ഒന്നാമന്മാർ തമ്മിലുള്ള ഒരു മത്സരമാണ്. ആ ഒന്നാമന്മാർ തമ്മിലുള്ള മത്സരത്തിലെ ഒന്നാമനാണ് രാജപ്രമുഖൻ ട്രോഫി അടക്കമുള്ള 38ഓളം ട്രോഫികളും 4 എൻഡോമെൻറ്റിലും ഒക്കെ അടക്കം മത്സര സമ്മാനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഒന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നത് ആയാപറമ്പ് വലിയ ദിവാഞ്ചി, രണ്ടാമത്തെ ട്രാക്കിലൂടെ നടുഭാഗം, മൂന്നാമത്തെ ട്രാക്കിലൂടെ ചമ്പക്കുളം. വളരെ പ്രചാരമുള്ള പ്രശസ്തരായ കീർത്തിമാന്മാരായ ചുണ്ടൻ വള്ളങ്ങളാണ്. വള്ളംകളി ചരിത്രത്തിൽ മുദ്രകൾ ചാർത്തിയിട്ടുള്ള വള്ളങ്ങളാണ്. ജോസ് ആറാത്തുംപള്ളി ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബ് നയിക്കുന്ന ആയാപറമ്പ് വലിയ ദിവാഞ്ചി, രാരിച്ചൻ MD നടുഭാഗം ബോട്ട് ക്ലബ്ബ് ചമ്പക്കുളം നയിക്കുന്ന നടുഭാഗം, ചമ്പക്കുളം ബോട്ട് ക്ലബ്ബ്, ചമ്പക്കുളം ബോട്ട് ക്ലബിൻ്റെ തന്നെ പേരിലുള്ള ചമ്പക്കുളം വള്ളം. മോൻസ് കരിയമ്പള്ളിയാണ് ഈ വള്ളത്തിൻ്റെ നായകനായി നിൽക്കുന്നത്. നടുഭാഗത്തെപ്പറ്റിയും ചമ്പക്കുളത്തെപ്പറ്റിയും വലിയ ദിവാഞ്ചിയെപ്പറ്റിയും ഒക്കെ വള്ളംകളി പ്രേമികളുടെ ഇടയിൽ ഗ്രാമദേശങ്ങളിൽ അവയുടെ കരകളിലൊക്കെ തന്നെ ഏറെ അഭിമാനമുള്ളതാണ്.
അവരൊന്നിച്ചൊന്നായി തുഴഞ്ഞു വരികയാണ്. 3 കരുനാഗങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ വിശേഷണത്തെ ഇപ്പോൾ നമ്മുടെ വള്ളങ്ങൾക്ക് നിറച്ചാർത്ത് വന്നതിന് ശേഷം കറുത്ത നിറമുള്ള കരിവള്ളങ്ങൾ കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് മാറി പുതിയ നിറങ്ങളിലുള്ള വള്ളങ്ങൾ വരുന്നു. അങ്ങനെ മഴ പെയ്യാൻ കാത്തു നിൽക്കുകയാണ്. ആ മാനം കാർമേഘങ്ങൾ കൊണ്ട് ഉരുണ്ടുകൂടി നിൽക്കുമ്പോൾ ഒന്ന് ഇടവേള നൽകിയിരിക്കുകയാണ് മഴയ്ക്കെന്ന് തോന്നുന്നു. എങ്കിലും ഈ തൊട്ട് മുൻപ് നടന്ന ആ വലിയ പെരുമഴയിൽ എത്ര ആവേശമാണ് ഇവർക്കൊക്കെ പകർന്നത്. ഓരോ അമൃത വർഷവും അവരിൽ ഏറെ ആവേശം സൃഷ്ടിക്കപ്പെടുന്നതാണ്. കരയിൽ നിൽക്കുന്നവർക്കും കായലിൽ കടക്കുന്നവർക്കും ഒക്കെ തന്നെ ആവേശമാണ്. ഈ മഞ്ഞ നിറത്തിലുള്ള ആയാപറമ്പ് വലിയ ദിവാൻജി വള്ളമാണ് കടന്നു വരുന്നത്. വലിയ ദിവാൻജിയെ പറ്റി പറയുമ്പോൾ രാജമുദ്രകൾ പേറുന്ന ഒരു പേരാണ്. വളരെ ഒരു കരയോഗത്തിന് സ്വന്തമായിട്ടുള്ള ഒരു വള്ളം എന്ന് വേണമെങ്കിൽ പറയാം. നടുഭാഗത്തെ പറ്റി പറയുമ്പോൾ പണ്ഡിറ്റ്ജിയുടെ പാദസ്പർശമേറ്റ് കീർത്തിമത്തായ ഒരു വള്ളം, പ്രായണ പുതിയ വള്ളമാണ്. അതുപോലെ തന്നെ ചമ്പക്കുളം വള്ളത്തിനാണ് ഏറെ ചരിത്രങ്ങളുണ്ട്. ഹാട്രിക്കുകളുടെ ഒരു ചരിത്രമുള്ള വള്ളമാണ്. 89, 90, 91, 99, 95, 96 ഹാട്രിക്കുകൾ തുടർച്ചയായി 3 വർഷം നെഹ്റു ട്രോഫിയിൽ സമ്മാനം നേടി ശ്രദ്ധാർഹമായ വള്ളമാണ്. ഇപ്പോൾ പമ്പയാറിൻ്റെ വടക്കുനിന്ന് തെക്കോട്ട് വരുമ്പോൾ പാലം കടന്നു കഴിയുമ്പോൾ പകുതിയോളം ദൂരം കടന്നു കഴിയുമ്പോൾ കൊച്ചുപള്ളിക്കടവ് മുതൽ മേനോം വീട് വരെയുള്ള 1200 മീറ്റർ ദൈർഘ്യമുള്ള ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ പകുതിയോളം കടന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആയാപറമ്പ് വലിയ ദിവാൻജി തന്നെ ഒരു മുന്നേറ്റം കൈവരിച്ചിരിക്കുന്നു. തൊട്ട് പിന്നാലെ നടുഭാഗമുണ്ട്. അതിൻ്റെ തൊട്ട് പിന്നിൽ വളരെ കീർത്തിമാനായ ചമ്പക്കുളം എന്തുകൊണ്ടോ പിന്നിലേക്ക് മാറുന്നു. സ്വന്തം പ്രദേശത്ത് നടക്കുന്ന ആ മത്സര വള്ളങ്ങളിൽ എന്തുകൊണ്ട് പിന്നോട്ട് മാറിയെന്ന് നമുക്ക് പറയാൻ കഴിയുമെങ്കിലും ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിൻ്റെ 3-4 ദിവസം നീണ്ടുനിന്ന കഠിനമായ പ്രയത്നത്തിലൂടെ, സാധാരണ ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുമ്പോൾ കഠിനമായ പ്രയത്നങ്ങൾ 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന പരിശീലനങ്ങളൊക്കെ നടക്കാറുണ്ട്. വളരെ നിശ്ചിതമായ പരിശീലനങ്ങൾ നടക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് 3/4 ഭാഗത്തോളം 1200 മീറ്ററിൽ 1000ഓളം മീറ്റർ പിന്നിട്ട് വരുമ്പോൾ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ആയാപറമ്പ് വലിയ ദിവാൻജി വളരെ വ്യക്തമായ മുന്നേറ്റം, വളരെ ശ്രദ്ധാർഹമായ മുന്നേറ്റം, ആവേശത്തൊഴിച്ചിൽ എന്ന് വേണമെങ്കിൽ പറയാം. 1, 2, 3 എന്ന ക്രമത്തിൽ പറയാവുന്ന രീതിയിൽ ഇതാ വലിയ ദിവാൻജി ഗോൾ പോസ്റ്റിലേക്ക്, അതായത് ഫിനിഷിംഗ് പോയിന്റ് കടന്നിരിക്കുന്നു. ജോസ് ആറാത്തുംപള്ളി, ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബിൻ്റെ ജോസ് ആറാത്തുംപള്ളി നയിക്കുന്ന ആയാപറമ്പ് വലിയ ദിവാൻജിയാണ് ഇക്കുറി ഈ വർഷത്തെ 2024 രാജപ്രമുഖൻ ട്രോഫിയിൽ മുത്തമിടുന്നു എന്ന് വ്യക്തമായി കഴിഞ്ഞു. തൊട്ടു പിന്നാലെ നടുഭാഗമുണ്ട്, കീർത്തിമാനായ നടുഭാഗമുണ്ട്. അതിൻ്റെ പിന്നിൽ സ്വദേശിയായ ചമ്പക്കുളം വള്ളം നടുഭാഗം ചമ്പക്കുളം ബോട്ട് ക്ലബിൻ്റെ വള്ളവും തൊട്ടു പിന്നിൽ കടന്നു വരുന്നു. അങ്ങനെ ഈ വർഷത്തെ 2024 രാജപ്രമുഖൻ ട്രോഫി കരസ്ഥമാക്കുന്ന ആയാപറമ്പ് വലിയ ദിവാൻജിയുടെ മുന്നേറ്റത്തിൻ്റെ ദൃശ്യങ്ങളാണ് മാന്യപ്രേക്ഷകർ ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ കുതിച്ചു കയറി വന്ന് വ്യക്തമായ ഒരു മുന്നേറ്റം തന്നെ. ഒരു അരവള്ളപ്പാടിന് മുമ്പിൽ കടന്നുകൊണ്ടാണ് ഈ മഞ്ഞ നിറം പൂശിയ വലിയ ദിവാൻജി ഇക്കുറി രാജപ്രമുഖൻ ട്രോഫി കരസ്ഥമാക്കിയിരിക്കുന്നത്. അത്യാവേശകരമായ ചമ്പക്കുളം മൂലം വള്ളംകളി 2024 സമാപനം കുറിക്കുന്നത് 38ഓളം ട്രോഫികൾ, പേരും പ്രശസ്തിയുമുള്ള ട്രോഫികൾ. തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മ തിരുമനസ്സുകൊണ്ട് അനുവദിച്ചു തന്ന രാജപ്രമുഖൻ ട്രോഫി, അതിനെ തുടർന്നുള്ള ഗവർണർമാരായ വി ഗിരി, ടി കൃഷ്ണറാവു തുടങ്ങിയ ഗവർണർമാർ ഏർപ്പെടുത്തിയ ട്രോഫി, നിരവധി സാംസ്കാരിക കലാ സംഘടനകളുടെ ട്രോഫി, അധികാരികളുടെ ട്രോഫി. ഇപ്പോൾ നമ്മൾ കാണുന്നത് രാജപ്രമുഖൻ ട്രോഫി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ജോസ് ആറാത്തുംപള്ളിയാണ്. ആവേശത്തിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോഴാണ് ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിൽ നിന്നും ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നത്. അലക്സ് വർഗീസ് ഇപ്പോൾ ജോസ് ആറാത്തുംപള്ളിക്ക് രാജപ്രമുഖൻ ട്രോഫി കൊടുത്ത 1ാമത്തെ ട്രോഫിയായ രാജപ്രമുഖൻ ട്രോഫി ഈ വർഷത്തെ 1ാം സ്ഥാനക്കാരനായ ജോസ് ആറാത്തുംപള്ളി ആയാപറമ്പ് വലിയ ദിവാൻജിക്ക് കീർത്തിമുദ്ര കൽപ്പിച്ചു കിട്ടിയ ആ ട്രോഫി, അവർ പൊരുതി നേടിയെടുത്ത ആ ട്രോഫി, അതിനോടൊപ്പം തന്നെ 38ഓളം ട്രോഫിമാർ. ഇക്കുറി മത്സരത്തിൽ നിരവധി പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമായിരുന്നു. അർജുന അവാർഡ് ജേതാവ് സെബാസ്റ്റ്യൻ സേവിയർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ, ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യത്തിലുള്ള അംഗങ്ങൾ, ചമ്പക്കുളം, രാമങ്കരി, എടത്തുവ, കാവാലം, പുളിങ്കുന്ന്, നീലമ്പേരൂർ, മുട്ടാർ, തലവടി, വെളിയനാട് തുടങ്ങിയ ഗ്രാമപഞ്ചായത്തിലെ ഭാരവാഹികൾ, അങ്ങനെ കുട്ടനാടിൻ്റെ ഒരു പരിച്ഛേദം, കുട്ടനാട്ടിലെ എല്ലാ തരത്തിലുള്ള ജനപ്രതിനിധികൾ, കായിക താരങ്ങൾ, സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രതിനിധികൾ, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ഉത്സവം, നാടിൻ്റെ ഒരു ഉത്സവം. ഈ കുട്ടനാടിൻ്റെ ഒരു സംസ്കാരമുണ്ട്, ജനങ്ങളുടെ ഒരു ഏകത, ഒരു സാമൂഹ്യമായ ഒരു ഐക്യത, ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ദേശത്തിൻ്റെയും വേഷത്തിൻ്റെയും പ്രായത്തിൻ്റെയും സ്ത്രീ പുരുഷ ഭേദമന്യേയുള്ള ആ വേർതിരിവുകളുടെയും വിവേചനങ്ങൾക്കൊക്കെ അതീതമായുള്ള ഒരു ഏകതയുടെ ഒരു സന്ദേശമാണ് നാടിന്
ജലോത്സവങ്ങൾ പകരുന്നത്. ഓരോ ജലോത്സവങ്ങൾ തീരുമ്പോഴും ജയിച്ചവർ തോറ്റവരെ കളിയാക്കുകയല്ല, പക്ഷേ ഞാനും നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരും, നിങ്ങളുണ്ടായത് കൊണ്ടാണ് ഞങ്ങൾ ജയിച്ചത് എന്നുള്ള രീതിയിൽ അതുവരെയുള്ള മത്സരത്തിൻ്റെ പാരിഷ്യം എല്ലാം മറന്നുകൊണ്ട് അടുത്ത മത്സരങ്ങൾക്കായി വീണ്ടും ആർപ്പും ആരവവും ഒരുക്കിക്കൊണ്ടാണ് അവർ ദേശങ്ങളിലേക്ക് മടക്കുന്നത്. ഓരോ ജലമേളകൾ ജലകായിക താരങ്ങളെ വിജയസോപാനത്തിലേക്ക് ഉയർത്തുമ്പോഴും മറ്റൊന്നിൻ്റെ തുടക്കം കുറിക്കുകയാണ്. അവർ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്, വീണ്ടും അടുത്ത അംഗത്തിന് കാണാം എന്നുള്ള രീതിയിൽ. മത്സരങ്ങളുടെ ഒരു പരമ്പരയാണ് കേരളത്തിൽ ഇനി അരങ്ങേറുവാൻ പോകുന്നത്. ചമ്പക്കുളം മൂലം വള്ളംകളി മിഥുനമാസത്തിൽ തുടക്കം കുറിക്കുമ്പോൾ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി വരെ, ചിങ്ങമാസത്തിൻ്റെ ഉത്രട്ടാതി വള്ളംകളി വരെ മുൻകാലങ്ങളിൽ ജലോത്സവങ്ങൾ നീണ്ടു നിന്നുവെങ്കിൽ ഇന്ന് കേരളമൊട്ടാകെ കോഴിക്കോടും ബേപ്പൂരും കണ്ടശാങ്കടവും കൊല്ലവും കല്ലടയും എല്ലാം അടങ്ങുന്ന CBL വള്ളംകളിയും താഴത്തങ്ങാടിയിലും നീരേറ്റുപുറത്തും പായിപ്പാട്ടും കരുവാറ്റയിലും ആറന്മുളയിലും ഒക്കെ നീളുന്ന രീതിയിലുള്ള പ്രാദേശികവും ദേശീയവുമായ തരം മത്സര വള്ളംകളികളുടെ ഒരു പരമ്പര, 65ഓളം മത്സര വള്ളംകളികളുടെ ഒരു പരമ്പരയാണ് കേരളത്തിൽ ഓണക്കാലത്ത് ആരംഭിക്കുവാൻ പോകുന്നത്. സ്വദേശികളെയും വിദേശികളെയും ആകർഷിച്ചുകൊണ്ട് ടൂറിസത്തിന്, വിനോദസഞ്ചാര വ്യവസായത്തിന് ഊന്നൽ നൽകുന്ന കേരളത്തിൽ ഒരു പുനർജനിയുടെ താളമായി നദോന്നതകൾ ഇനി ഉയരുകയാണ്. ഇനിയുള്ള ദിവസങ്ങൾ ചുണ്ടൻ വള്ളങ്ങൾക്ക് ഉറക്കമില്ല. വള്ളപ്പുരകൾ ഇനി സജീവമാകുകയാണ്. ജലകായിക പ്രേമികൾ ഇനിയും നിരന്തരം വ്യായാമം ചെയ്തുകൊണ്ട്, നിരന്തരം പരിശീലനം ചെയ്തുകൊണ്ട് ആവേശപ്പോരുകളാണ്. തോക്കാനല്ല, മുൻപോട്ട് ജയിക്കാനാണ്. തൊട്ടു പിന്നിൽ നിൽക്കുന്ന ആളിൻ്റെ മുന്നിലേക്ക് ജേതാവായി മാറുമ്പോൾ വീണ്ടും അടുത്ത ആൾ ജേതാവായി മാറുവാനുള്ള പരിശീലനവുമായി ഇതുപോലെ ഉയർത്തിക്കാട്ടുവാനുള്ള സമ്മാനങ്ങൾ, ട്രോഫികൾ, മനസ്സിൽ നിറയുന്ന വിജയമുദ്രകളുമായി അടുത്ത വള്ളംകളിക്ക് വേണ്ടി ഒരുങ്ങുകയാണ് ഈ ഓരോ ജല കായിക താരങ്ങളും അവരോടൊപ്പമുള്ള ബോട്ട് ക്ലബ് അംഗങ്ങളും. എല്ലാ ജല കായിക പ്രേമികൾക്കും അടുത്ത ജലോത്സവത്തിലേക്ക് സ്വാഗതം ഓർത്തിക്കൊണ്ട് ഈ മത്സര വള്ളംകളിയുടെ ദൃശ്യങ്ങൾ ഇവിടെ സമാപിക്കുന്നു. ¡Ah!
ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.